ഭൈരവാസനം നമ്മൾ ബോധനാമോക്ഷം കഥയാണ് പറഞ്ഞത്. പരീക്ഷിത്ത് പറയാണ്, ഭഗവാന്റെ കഥ എത്ര കേട്ടാലും അത് മതിയാവില്ല, അമൃത് പോലെ. അങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അത് മുഴുവൻ തീരാൻ ഭഗവാന്റെ കഥ മതി എന്ന് ഭാഗവതം. എന്താ അങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇന്നിപ്പോൾ അത് നമ്മളെപ്പോലെ കുറച്ച് ആളുകൾക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ പോരാ, എല്ലാവർക്കും വേണമെന്നുള്ള സാർവത്രികമായിട്ട് അതെങ്ങനെ വേണം മനസ്സിലാക്കിയിട്ട് വേണം. വായിക്കുമ്പോൾ നമുക്ക് കഷ്ടിയാവും, മലയാളത്തിലാകുമ്പോൾ കുറച്ച് മനസ്സിലാവും. നല്ലോണം അറിയണ രീതിയിലാണെച്ചാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അറിഞ്ഞ് വായിച്ചാലേ ശരിക്കും ലയം കിട്ടില്ല. മറ്റെന്താണ്ടാവുക ഒരു അങ്ങനെ. അപ്പോൾ ഉള്ളു തട്ടി വായിക്കണം. അപ്പോൾ മുക്തിക്ക് കാരണമാണ്, ഇഹസുഖത്തിനും കാരണമാണ്. മനസ്സിന് സുഖം ഉണ്ടായാൽ ശരീരത്തിന് സുഖം ഉണ്ടാവും. മനസ്സിന് സുഖമില്ല വെച്ചാൽ ശരീരത്തിന് സുഖം ഉണ്ടാവില്ല. മനസ്സിന് സുഖമുണ്ട് ശരീരത്തിന് സുഖമുണ്ട് വെച്ചാൽ കിട്ടിയതുകൊണ്ടൊക്കെ ഒപ്പിക്കാം. ഇത് രണ്ടും ഇല്ല വെച്ചാൽ എന്ത് കിട്ടിയാലും അതാണ് കുഴപ്പം. അപ്പോൾ ഇതിൻ്റെ മഹത്വം ഇത്ര എന്നുള്ളത് പറയാൻ നമുക്കാർക്കും കഴിവില്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് പറഞ്ഞത്. അപ്പോൾ ആരാ യഥാർത്ഥത്തിൽ ജ്ഞാനി? ഭാഗവതം ജ്ഞാനിയായിട്ടുള്ള ശ്രോതാവാണ് കേട്ടത്, ജിജ്ഞാസു അല്ല, ജ്ഞാനിയാണ്. ചില ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് കഴിഞ്ഞു നടത്തും. അർത്ഥാർത്ഥിയല്ല, ജിജ്ഞാസു അല്ല, അത് കഴിഞ്ഞ് മറ്റേ ജ്ഞാനി എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഗ്രന്ഥത്തെ നമുക്ക് ആശ്രയിക്കാം എന്നുള്ളതാണ്. മറ്റത് അർത്ഥാർത്ഥിയാകുമ്പോൾ എന്താ ഉണ്ടാവുക, അതാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അതിൽ പെടും. ജിജ്ഞാസു അറിയാൻ ഉള്ള ഒരു താല്പര്യത്തിലാണ് വെച്ചാലോ, അപ്പോൾ അറിവ് നേടാനുള്ളൊരു കഠിന ശ്രമം ആയിട്ടാണ് വരിക. അപ്പോൾ അത് ഒരു സ്റ്റെപ്പിൽ ജസ്റ്റ് ബിഫോറാണ്, അതും കഴിഞ്ഞിട്ടാണ് ജ്ഞാനി. അപ്പോൾ ഇവിടെ ഈ ജ്ഞാനിക്ക് എന്തേ വേണ്ടു? ഫോളോ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്കത് പോരല്ലോ, നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ ബാലലീല അല്ലെങ്കിൽ എന്തൊക്കെയാണോ കൃഷ്ണൻ ആദ്യം ചെയ്തത് അതൊക്കെ പറയണേ എന്നായി ജനിച്ച സമയത്ത്. ഇപ്പോൾ അതാണല്ലോ ബോധനാമോക്ഷം പറഞ്ഞത്. അപ്പോഴാണ് 3ാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായി. 3ാമത്തെ പിറന്നാളിൻ്റെ ദിവസം, പിറന്നാളിൻ്റെ ദിവസം, 3ാമത്തെ വയസ്സല്ല, 3ാമത്തെ മാസം, 84ാമത്തെ ദിവസം എന്നർത്ഥം. നമ്മൾ 90 പറയില്ല, എൻ്റെ മുന്നേ 84. ആ സമയത്ത് കൃഷ്ണൻ കമിന്നു എന്നാണ്, ബിഫോറാണ്. നമ്മളൊക്കെ 5-6 മാസമൊക്കെ കഴിയണം. അപ്പം കമിഴ്ന്നപ്പോൾ വല്ലാത്ത ആഘോഷമായി. എല്ലാവരും അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ, കാര്യങ്ങൾ, സദ്യ, അങ്ങനെയില്ല, എല്ലാവരും ക്ഷണിച്ചു വരുത്തൊന്നും വേണ്ട, എല്ലാവരും ഇവിടെ തന്നെയാണ്. എന്നാലും ബ്രാഹ്മണരെയൊക്കെ പ്രത്യേകം വിളിച്ചു വരുത്തി. അപ്പോൾ അവർ ജപിച്ചതായിട്ട് ശുദ്ധജലത്തിലാണ് കുളിപ്പിക്കൽ, 40 തൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അലങ്കാരങ്ങൾ, പൂജ, ദാനാദികൾ, നാമം, ഊട്ട്, അതേപോലെ തന്നെ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു, മൊത്തം സുഖം. അങ്ങനെയായി. ആ സമയത്ത് ഉണ്ണിക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുക, അങ്ങനെ വേണമല്ലോ. ഇവിടെ ഊണെന്താ? ഊണില്ല കേട്ടോ, മലയുള്ളൂ. അപ്പോൾ ഉറക്കായി. ഉറങ്ങുമ്പോൾ എവിടെയാണ് കിടത്തേണ്ടത് എന്നുള്ള സംശയമായി. കാരണം തിരക്കല്ലേ. അപ്പോൾ കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വേണം. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് കിടത്തിയതാണ്, വണ്ടിയുടെ ചുവട്ടിൽ കിടത്തിയത്. അപ്പോഴാണ് കുട്ടികളെ കാവൽ നിർത്തി. അവർ ഊണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ. മാത്രമല്ല ആ സമയത്ത് സത്സംഗം തൊട്ടുള്ള ചർച്ചകൾ ധാരാളം. അതേപോലെ തന്നെ ഈ ചർച്ച നീളുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള സമയം പോണതറിയില്ല. കൃഷ്ണനെ പറ്റിയ ചർച്ച അവിടെ കാര്യമില്ല, സമയം പോണതറിയില്ല. കുട്ടികൾക്ക് വേഗം വിശക്കേ. അപ്പോൾ ഉണർന്നു, വിശന്നു, കരഞ്ഞു. കുട്ടികൾ കരച്ചിലും ആസ്വദിച്ചു എന്നുള്ളതാണ്. കാവൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ണിയുടെ കരച്ചിൽ സാരില്ല. കരയുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ശകടം അവിടെ അതിൻ്റെ അടിയിലാണ് അവിടെ ഉണ്ണിയെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണിക്ക് നല്ല വിചാരങ്ങൾ പലതും എന്താ പറയുക, ത്രികാലജ്ഞാനത്തോട് കൂടിയിട്ട് ഈശ്വരഭാവത്തോട് കൂടിയിട്ടാണ് കൃഷ്ണൻ ജനിച്ചതെന്നുള്ളതുകൊണ്ട് ആ വണ്ടിയിൽ ആവേശിച്ചതായിട്ടുള്ള അസുരനെ മനസ്സിലായി, ശകടാസുരന് പ്രത്യേകത ഉണ്ട്. പേരില്ല, നാളില്ല, രൂപമില്ല, ഒന്നുമില്ല. അങ്ങനൊരു ഭാവത്തിലാണ് ശകടാസുരൻ. അപ്പം അതുകൊണ്ട് അത് കയറി എന്നുള്ളതാണ്. ഇത് കയറിയപ്പോൾ ഈ ഉണ്ണിങ്ങനെ കരയുന്നുണ്ട്. ആ സമയത്ത് ശകടാസുരം അതിൻ്റെ മുകളിലേക്കാണ്ട് കയറാൻ ശരിക്കും നല്ല താല്പര്യത്തിൽ
അങ്ങനെ വന്നു കയറി. കയറണ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ചക്രത്തിൻ്റെ മുകളിൽ നിന്ന് തൊട്ടതാണ്. അതല്ലെങ്കിൽ വണ്ടിയെ തടുക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലൊക്കെ കുഴഞ്ഞ കൊടുത്തിട്ട് ഒന്നാട് കുടഞ്ഞോട് കൂടിയിട്ട് വണ്ടിയുടെ അംഗഭംഗങ്ങളൊക്കെ വേറെ വേറെയായി. അപ്പോൾ അതോട് കൂടിയിട്ട് എന്തായി, ശബ്ദം അതിൻ്റെ മുകളിൽ വെച്ചേർന്ന സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ താഴത്തേക്ക് വീഴും. അപ്പോൾ ശബ്ദം കോലാഹലായി. ഇതായാലും ഈ ശബ്ദം കേട്ടപ്പോഴേക്കും ഓരോരുത്തരെ അങ്ങനെ ഓടി വന്നു. എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊക്കെ കുട്ടികളോടൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഉണ്ണിയുടെ കാല് കൊണ്ടിട്ടാണ് വണ്ടി ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി, ബാലഭാഷിതം അല്ലെ, അങ്ങനത്തെ വാക്ക് അത്ര സാരമില്ല, അതല്ല വേറെ എന്തോ ഒരു കാരണം ഉണ്ടായെന്നൊക്കെ അവർ സംശയിച്ചു. കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി. അപ്പോഴും ബാലരക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അവ്യാജോങ്കരി ഇല്ലേ, അവ്യാജോങ്കരി അത് ആ സമയത്തൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു തവണ മാത്രമേ പറയണുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം അങ്ങനെയാണോ, ഒരു തവണയേ പറയുള്ളൂ. അപ്പം അങ്ങനെ ബാലരക്ഷാദി കാര്യങ്ങളൊക്കെ ഗോപികൾ ചെയ്തു. അതേപോലെ തന്നെ ബ്രാഹ്മണരെ അവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അത് കാരണം പ്രത്യേകമായിട്ടുള്ള വേദ പാരായണങ്ങൾ, സ്തുതികൾ, പിന്നെ അവരുടേതായുള്ള ചില രക്ഷാകവചങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ചെയ്തു. ഗ്രഹരക്ഷ ചെയ്തു, മറ്റേ ഗൃഹരക്ഷ ചെയ്തു. രണ്ടാണ്. നവഗ്രഹങ്ങളുടെ പൂജയാണ് ഒന്ന്. അങ്ങനെ ബ്രാഹ്മണരെ പറ്റിയിട്ട് ഇതിപ്പോൾ പറഞ്ഞിട്ടല്ല ചെയ്യണത്, മറ്റത് ആദ്യം ക്ഷണിച്ച് വന്നിട്ടാണല്ലോ ചെയ്തത്. ഇതിപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ അബദ്ധമാണ്. അപ്പോൾ അതിന് പരിഹാരം അവർ അപ്പം ചെയ്യും. അതിനെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. അപ്പോൾ ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക സ്വഭാവത്തെ അവിടെ പ്രത്യേകിച്ച് പറയുകയാണ്. എന്താണ്, സദാസമയത്തും സന്തുഷ്ട മനസ്സരായിരിക്കും, ചിരിച്ചും കൊണ്ടുണ്ടാവുക. അതേപോലെ തന്നെ അസൂയ തൊട്ടുള്ള യാതൊരു ചീത്തകളും അവർക്ക് ഉണ്ടാവില്ല. ദേഹാഭിമാനം ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല, ഹിംസ ചെയ്യില്ല, ദ്വേഷിക്കില്ല, അസൂയ മാത്സര്യാദി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെ ബ്രാഹ്മണരാവുള്ളൂ. ഗുണമിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, മല കൊടുത്തു, ശരിയാണൊക്കെ. എന്നാൽ അപ്പോൾ ഞങ്ങൾ ചെയ്തതിനുള്ളതിൽ ആദ്യ ദാനം വേണം. ഇത് മനസ്സിലായി. ആദ്യം ഹിതം പറഞ്ഞ് എല്ലാം ചെയ്തു. കൃഷ്ണൻ ഇവിടെ ഉണ്ടായിണ്ടേ. അപ്പോൾ ഇവിടെ പണ്ടത്തെ പോലെയല്ല, നന്ദവർക്ക് വൃദ്ധി ധാരാളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വന്നാലും ബ്രാഹ്മണർ പെശകി വാങ്ങുന്നർത്ഥം. ദാനായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്തിനാ ദാനം, ചോദ്യമില്ല, ഉത്തരമില്ല. ഏതായാലും അങ്ങനെ ഒരു കഥ. അതിന് കൊടുക്കാൻ ഇവിടെ സന്തോഷമില്ലേ. ഇനി എത്ര കൊടുത്താൽ ബ്രാഹ്മണർക്ക് വേണ്ട കേട്ടോ, അത് കൊടുത്താൽ അപ്പോൾ തന്നെ അത്രയേ ഉള്ളൂ. അവർ കൊണ്ടുപോകുന്നില്ല എന്നർത്ഥം. ഏതായാലും അങ്ങനെ പിന്നത്തെ തവണ ഒരു തവണ ഒരു വയസ്സായി. ആ സമയത്ത് അങ്ങനെ മലയൊക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ കിടത്തിയുള്ള സമയത്ത് മടിയിൽ വെച്ചുകൊണ്ട് കൊടുത്ത് നല്ല ആളിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ തൃണാവർത്തനം കാറ്റിൻ്റെ രൂപത്തിൽ വരവ്. അപ്പോൾ അത് കണ്ടപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇത് അമ്മ കൂട്ടിയാൽ പറ്റുണ്ടാവില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്തു, തൻ്റെ യോഗവിദ്യാലേശം പ്രയോഗിച്ചു. ഈ അമ്മിക്കുഴയുടെ കനായി, പിന്നെ അമ്മിയുടെ കനായി, പിന്നെ അമ്മി എടുത്ത പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ ആ പാറയുടെ കനായി. കനം താങ്ങില്ല എന്നർത്ഥം. ഇതെന്താ ഇങ്ങനെ ഉണ്ണിക്കൊരു കനം വിചാരിച്ച് ഉണ്ണി അവിടെ വെച്ചു. എന്നാൽ അവിടെ വെച്ചിട്ട് പിന്നെ സൂക്ഷിക്കല്ലേ വേണ്ട, അതൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തോ പണിക്ക് പോയി. ആരും അവിടെ കാവലില്ല. എല്ലാവരും അകറ്റി ഭഗവാൻ എന്നർത്ഥം. അതുകൊണ്ടാണ് ലീലയാ. അപ്പം അതുകൊണ്ട് തൃണാവർത്തനം വളരെ സൗകര്യമായി. ഓടിങ്ങോട്ട് വന്നു. ചുഴലിക്കാറ്റ്, ടൊർണാഡോ അല്ലേ, ഇങ്ങോട്ട് വന്നു. ഉണ്ണിയെ കൊണ്ടുപോയി ആകാശത്തേക്ക് കൊണ്ടുപോയി. നല്ലോണം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കാറ്റും പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് അന്തരീക്ഷമൊക്കെ പഴയ പോലെ തന്നെ. മൊത്തം ഇരുട്ടായിരുന്നു, പൊടി കൊണ്ടും മറ്റു കാര്യങ്ങൾ. ഇവിടെ അന്തരീക്ഷം പഴയ പോലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും രോഹിണിയൊക്കെ അടുത്ത് വന്നു. കുട്ടിയെ കാണാനില്ലാണ്ടായി, ലഹളയായി, കരച്ചിലായി, പിടിച്ചിലായി. അപ്പം കൃഷ്ണൻ താഴത്തേക്ക് നോക്കി. മറ്റു മുകളിലേക്കാണ്, എവിടേക്ക് വരെ കൊണ്ടുപോകണേ എങ്ങനെയൊക്കെയാ. അപ്പോൾ അവിടെ അമ്മയുടെ കരച്ചിൽ, മറ്റ് ഗോപന്മാരുടെ ഗോപികളുടെ എല്ലാവരുടെയും കരച്ചിലെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ആകാശത്ത് തൃണാവർത്തനം ഇപ്പോൾ സന്തോഷമായി. കാരണം ഇനി ശല്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് ഇവനെ എന്താ വെച്ചാൽ ചെയ്യാം, കൊല്ലാം എന്ന് വിചാരിച്ചു. അപ്പോൾ താഴത്തേക്ക് ഇടാനുള്ള ശ്രമമാണ്. അതാ വേണ്ടത്. എന്നാൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എന്താ ചെയ്ത്, കൃഷ്ണൻ താഴത്തേക്ക് ഇടുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കണ്ടേ. പിടിച്ചത് പക്ഷേ കഴുത്തിലായി. നല്ലോണം അമർത്തി പിടിച്ചു. അപ്പോൾ വിടെന്ന് പറഞ്ഞു. പിന്നെ പോതിനെ പോലെ തന്നെ വിടലും ഒന്നും ഉണ്ടായില്ല. തൃണാവർത്തനം ഒന്നും കൂടി കടത്തി പറഞ്ഞു എന്ന് ആചാര്യന്മാർ പറയാറുള്ളത്, ഭാഗവതത്തിലില്ല. എനിക്കിപ്പം മുക്തി വേണ്ട, എന്നെ വിടൂ വിടൂ എന്നാണ്. അപ്പോൾ എനിക്കിപ്പം മുക്തി വേണ്ട, വിടൂ എന്നാണ്. അല്ല, മുക്തി തരാനാണ് ഞാൻ പിടിച്ചെടുക്കണമെന്ന് കൃഷ്ണൻ. അതുകൊണ്ട് കഴുത്തിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ പ്രാണൻ പോയി. പ്രാണൻ പിന്നെ നേരെ എവിടേക്ക് പോയി, വൈകുണ്ഠത്തിലേക്ക് എത്തി. അതെ. അപ്പോൾ സരസമായിട്ട് പറയാറുണ്ട്, ഈ മാങ്ങയുടെ അണ്ടിയോട് പിഴിഞ്ഞാൽ മുത്തി ധരിക്കില്ലേ എന്ന കൂട്ടത്തിൽ. എങ്ങനെയായാലും ആ ജഡത്തെ താഴത്തേക്ക്
ഇട്ടു എന്നാണ്. തന്നെ വീഴല്ല, അല്ല കാരണം അപ്പോഴേക്കും സ്വയരൂപം കാര്യങ്ങളൊക്കെ വന്നു. പാറപ്പുറത്ത് തന്നെ വീണു എന്നാ വേദന. കാരണം വാത്യാരൂപധരനാണല്ലോ, അപ്പം അങ്ങനെ പോരാ, ശരിക്കും അറിഞ്ഞോട്ടെ വേദന എന്താണെന്ന് അറിയണല്ലോ. അങ്ങനെ പാറപ്പുറത്ത് വീണു. ഉണ്ണി അതിൻ്റെ മീതി. ഉണ്ണി മെല്ലെ വന്നു, ഇവൻ കനത്തിൽ വന്നു വീണു, എല്ലൊക്കെ പൊട്ടി. ഏതായാലും ശബ്ദകോലാഹലങ്ങളുടെ ഇടയ്ക്ക് ഈ വലിയ സത്വം വന്ന് വീണ് കണ്ടു ഗോപികാ ഗോപന്മാരെ, ബാലന്മാരെ എല്ലാവരും. അതേപോലെ തന്നെ ഉണ്ണി എവിടെയെന്നായി നോക്കണു. ഈ ശരീരത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് കുറച്ച് അകലെ നിന്നാണ്, അതുകൊണ്ട് കണ്ടു. അപ്പോൾ അവർക്കും കയറാനുള്ള ധൈര്യമില്ല, അത്രയും വലിയ ശരീരമാണ്. അപ്പോഴാണ് കോണിയൊക്കെ കൊണ്ടുവന്ന് കയറ്റി. അങ്ങനെ അപ്പോൾ ഗോപികമാരനെ കയറണേ, ഗോപന്മാരല്ല, ആണുങ്ങളൊക്കെ മഹാമണ്ടന്മാരാ, മടിയന്മാരുമാണ്, പേടിയുണ്ട്. ഇത് ഇവർക്ക് ഗോപികൾക്ക് ആ പേടിയൊന്നുമില്ല. അവർ കോണിയൊക്കെ കയറി വെച്ച് അതിൻ്റെ മുകളിൽ കയറി. അപ്പോഴും ഈ ബാലരക്ഷയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ അടുത്ത് കൊണ്ടുകൊടുത്തു. മല കുടിക്കണില്ലേ ചോദിച്ചു. മല കുടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ആവും. അപ്പം അങ്ങനെ ആ കഥയും ഇങ്ങനെ ഓരോരുത്തർ വന്നവർ ഏത് വേഷത്തിൽ വന്നാലും ഭഗവാൻ മുക്തി കൊടുക്കേണ്ടവർക്ക് മുക്തി കൊടുക്കും. തന്നെ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ശേഷമേ മുക്തി കൊടുക്കുള്ളൂ. പിന്നെ ദുഃഖം ലേശം വേദനിപ്പിച്ചിട്ട് അനുഭവിപ്പിച്ചിട്ടേ മുക്തി കൊടുക്കുള്ളൂ. പൂർവ്വജന്മം കാണിച്ചു എന്നിട്ട് പറയണമില്ല. ഭാഗവതം ആയതുകൊണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ പൂർവ്വജന്മം കാണിക്കാം. ദേവഭാഗവതമൊക്കെ പൂർവ്വജന്മം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, നേരിട്ടാണ് കൊടുക്കുകയാണ്. ഞാനായിരുന്നു ചിലത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാമൊന്നും എഴുതി വെച്ചിട്ടില്ല, ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പല പല കഥകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് യശോദയ്ക്ക് ഇങ്ങനെ എല്ലാ സമയത്തും കളിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാലും ഈ ഈശ്വരഭാവത്തെ ശരിക്കും മനസ്സിലാവണില്ല. ഒന്ന് ഒരിക്കൽ മനസ്സിലാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത്. അപ്പോൾ മല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണി ഇടയ്ക്കൊന്ന് കോട്ടുവായിട്ട് അങ്ങനെ പതിവുണ്ടല്ലോ, ആ കൂട്ടത്തിലൊന്ന് കോട്ടുവായിട്ടു. കോട്ടുവായിട്ടപ്പോൾ സൂക്ഷിച്ച് നോക്കും. നമ്മളെ പോലെയല്ല, ഉണ്ണിയെ നോക്കിയിട്ട് തന്നെയാണ് കണ്ണും തമ്മിലുള്ള സംവാദം. അതെ, അതേപോലെ തന്നെ മറ്റൊക്കെ തലോടെ എന്തൊക്കെയാണ് ഉണ്ടെച്ചാൽ അത് മുഴുവൻ ചെയ്യും. അതിലെ പ്രവൃത്തി ആണ്. അപ്പോഴാണ് നിവൃത്തി മാർഗ്ഗമാവുക. അത് കണക്കാക്കിയിട്ടാ. കോട്ടുവായിട്ടപ്പോൾ ഉള്ളിൽ എന്തൊക്കെ കണ്ടു? പ്രപഞ്ചം മുഴുവനെ കണ്ടു. അല്ലെങ്കിൽ ഈ തത്വങ്ങൾ ഒഴിച്ചെന്ന് വെച്ചാൽ താത്വികമായിട്ടല്ല കാണിച്ചു കൊടുത്തു. അതേ വ്യത്യാസമുള്ളൂ. രണ്ടാമത്തേൽ തത്വം കാണിച്ചു കൊടുത്തു, ആദ്യത്തേൽ ടോട്ടൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതെന്താണാവോ വിചാരിച്ചു. അപ്പോൾ രോഹിണിയെ വിളിച്ചു എന്നാണ്. ഇതിലില്ല കേട്ടോ, കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് രോഹിണിയെ വിളിച്ചപ്പോൾ രോഹിണി പറഞ്ഞു, ഇതിലില്ല, ഗർഗഭാഗവതത്തിലുണ്ട്. ഞാൻ എന്താ പലതും കാണുന്നുണ്ട്, എന്തോ എനിക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിണി പറഞ്ഞു, കടിച്ചതാവും, വേറെ കുഴപ്പമൊന്നുമില്ല, നക്ഷത്രം കാണേ. അതാണ്. അപ്പം എങ്ങനെയായാലും ആ രംഗവും അതേപോലെ അങ്ങോട്ട് ആശ്വസിപ്പിച്ചു. അതിന് ശേഷം പിന്നെയും ഉണ്ണിങ്ങനെ കുറേശ്ശെ വളരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ 1 വയസ്സ് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നീടുള്ള കഥ ഇതിൻ്റെ ബിഫോറായിട്ടുള്ള കഥയാണ് പറയുന്നത്. നാമകരണമാണ്. സദ്യ 6 മാസം കഴിഞ്ഞാൽ ചെയ്യണ്ടേ. അപ്പോൾ നാമകരണമാണ് അടുത്ത രംഗം പറയണത്. ഗർഗ മഹർഷി അവിടെ മൂക്കും വായൊക്കെ പൊത്തി പിടിച്ച് ഓം 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 ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇൻഡ്യൂഷൻ ഉള്ളെന്ന്. ഭഗവാൻ അവതരിച്ചെടുക്കണല്ലോ. നക്ഷത്രമൊക്കെ നോക്കിയപ്പോഴേ രാശിയും കാര്യങ്ങളൊക്കെ ജനിച്ച സമയം 6 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വസുദേവര് പ്രചോദിപ്പിച്ചു എന്നാണ്. വസുദേവര് ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പുറത്തു വിട്ട വസുദേവരല്ല, ഉള്ളിലുള്ള ഈശ്വരനാണെന്നർത്ഥം. അതാണ് എപ്പോഴും ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ഈ ഗർഗമഹർഷിക്ക്. ഗർഗമഹർഷിക്ക് കുറച്ചധികം പ്രത്യേകതയുണ്ട്. സാമാന്യനെ പറയുന്നതായിട്ടുള്ളൊരു രീതി അദ്ദേഹത്തിന് ഈ ഹോരാശാസ്ത്രം എഴുതിയ അല്ലെങ്കിൽ ഒരു ജ്യോതിശാസ്ത്രം കൂട്ടുക. അസ്ട്രോണമി ഉണ്ട്, അസ്ട്രോളജി ഉണ്ട്, രണ്ടും കൂടിയിട്ടുള്ള ആളാണ്. അപ്പം മിടുക്കനാണ്. അതുകൊണ്ട് സമയം വന്നു എന്ന് മനസ്സിലായി. ഈശ്വരൻ തന്നിൽ നിന്ന് തന്നെ ഇത് തോന്നിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എവിടെയാണെന്ന് ചിന്തിച്ചു. അമ്പാടിയിലാണെന്ന് മനസ്സിലായി. അമ്പാടിയിലേക്ക് എത്തി. ഇത് കണ്ടതോട് കൂടിയിട്ട് വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ഈ നന്ദഗോപരെ സ്വീകരിച്ചു. അതേപോലെ അകത്തേക്ക് എത്തിയപ്പോൾ രോഹിണിയും അതേപോലെ യശോദാദേവിയും പിന്നെ മറ്റ് ആരൊക്കെ വെച്ചാൽ വേണ്ട രീതിയിലൊക്കെ സ്വീകരിച്ചു. വന്നപ്പോൾ ഉപചാരാദി കാര്യങ്ങൾ പോലും വേണ്ട രീതിയിലുണ്ടായോ എന്ന് ചില പേടിച്ചിട്ടേ. കാരണം അവിടെ മഹർഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഗോകുലത്തിലേക്കൊന്നും വരുന്ന ഒരു രീതിയിലല്ല വരിക. പ്രത്യേകിച്ച് ഗർഗ മഹർഷിയാണ്. അപ്പോൾ അത് തീരല്ല. പിന്നെ ഒരു അബദ്ധമുള്ളത് ഈ യാദവരുടെ ഗുരുനാഥനാണ്, അല്ലെങ്കിൽ വൈദികനാണ്, പോയിക്കൽ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ ആളെ കണ്ടു, ബഹുമാനിച്ചു, സ്വീകരിച്ചു, കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് പേരിടലായിക്കോട്ടെ എന്ന് തീരുമാനിച്ചത്.
അപ്പം അങ്ങനെ ഒരു ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ കുറച്ച് കുഴപ്പമുണ്ടാവും. എനിക്കല്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. കംസൻ അറിഞ്ഞാൽ ചാരന്മാരെ എല്ലായ്ക്കലുണ്ട്. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്തു. തൊഴുത്തിൽ വെച്ചായാൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, രാത്രിയായാൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ കണക്കാക്കി ഈ രാത്രിയിൽ തൊഴുത്തിൽ രഹസ്യമായിട്ട് നാമകരണം ചെയ്യാം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ മുഹൂർത്തം എപ്പോൾ വെച്ചുണ്ടാക്കാം, വേറൊരാൾ ജ്യോതിഷി വേണമല്ലോ, അദ്ദേഹത്തിന് എന്താ അറിയാലോ. അങ്ങനെ ഇതൊക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഷടയെന്ന് കഴിഞ്ഞു. ഒരു പ്രയാസം ഉണ്ടായില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഉണ്ടായത് രാമനായതുകൊണ്ട് രോഹിണീപുത്രനെ കൊടുത്തു. ഗർഗര് ഉണ്ണിയെ കൈ പിടിച്ചു. രാമൻ്റെ മഹത്വത്തെ മുഴുവൻ മനസ്സിലായി. എല്ലാവരെയും സന്തോഷിപ്പിക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് രാമൻ എന്ന് പേരിട്ടു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല, പൂർവ്വജന്മത്തിൽ ശ്രീരാമൻ ഈ ലക്ഷ്മണൻ വളരെയധികം സ്നേഹിച്ച് സേവനം ചെയ്തതുകൊണ്ട് തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോണ സമയത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്, പോണ സമയത്ത് സീതാദേവിയെ ഉപേക്ഷിച്ച് തിരിച്ചു വന്നപ്പോൾ ശ്രീരാമനോട് ലക്ഷ്മണൻ പറയണ്ടായിട്ടുണ്ട്, അടുത്ത ജന്മം ഉണ്ടോ, ഞാൻ കൂടെ ഉണ്ടോ, അനുവാദം ഉണ്ടോ, അങ്ങനല്ലേ അതൊക്കെ ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങയുടെ ഏട്ടൻ്റെ സ്ഥാനം വേണം. ശരി, തരാം. അപ്പം തന്നെ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. അത് മാത്രമല്ല എൻ്റെ പേരും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഇവിടെ ഓർമ്മ വന്നു. അപ്പോൾ രാമൻ എന്ന് പേരിട്ട് കൊടുത്തു. എല്ലാവരെയും സന്തോഷിപ്പിക്കണച്ചാൽ എന്ത് വേണം, ഏതെങ്കിലുമൊക്കെ തമ്മിലൊരു ബന്ധം വരുത്തണം. അപ്പോൾ അത് സംഘർഷണം ചെയ്യണം. സംഘർഷണം ചെയ്യുന്നതുകൊണ്ട് സംഘർഷണം എന്നുള്ള പേരിട്ടു. പേരെന്നെ സംഘർഷണം എന്നാണ്. അപ്പോൾ അത് ഇവിടെ ആയിക്കോട്ടെ വിചാരിച്ച അങ്ങനെ. മാത്രമല്ല ഈ ഉണ്ണി എടുത്തപ്പോഴേ നല്ല കനം, നല്ല ബലമുണ്ട്. അതെ, അപ്പം അതുകൊണ്ട് ബലൻ, ബലരാമൻ, ബലഭദ്രൻ. ഇപ്പോൾ പേരുകൾ കുറേ ഉണ്ട്. ബലത്തോട് കൂടിയിട്ട് അപ്പോൾ ഒരു സൈന്യാധിപൻ എന്നാകാം. എന്ന് വെച്ചാൽ സൈന്യച്ചാൽ 16 കലകളോട് കൂടിയിട്ടാണ് കൃഷ്ണൻ വന്നുവെച്ചാൽ 16 കലകളും പൂർണ്ണമായിട്ട് രാമൻ്റെയിലും ഉണ്ട്. സൈന്യം, ബലം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ സൈന്യം എന്നാണ്. അപ്പോൾ അങ്ങനെ കുറേ അർത്ഥം അതിലുണ്ട്. എങ്ങനെയായാലും 2-3 നാമങ്ങളൊക്കെ പേരിട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ആയിരക്കണക്കിന് നാമമുണ്ട്, എത്രയാണ് ഉണ്ടാക്കിയ ശല്യ ഇതാ എന്ന് പറഞ്ഞ് ആ ഉണ്ണിയെ സന്തോഷത്തോടു കൂടിയിട്ട് കൊടുത്തു. ഇപ്പോൾ വെളുത്ത ഉണ്ണിയാണ്. സ്വീകരിച്ചു. രോഹിണി കൊണ്ടുപോയി. അപ്പോൾ യശോദ കൃഷ്ണനെ കൊടുത്തു. അങ്ങനെ നന്ദഗോപരാണ് ഉണ്ണിയെ കൊടുക്കുക. യശോദ നന്ദഗോപർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെയാണ് നിയമം. എന്തായാലും അങ്ങനെയൊക്കെ കൊടുത്തു. കയ്യിൽ കിട്ടി. കുറച്ച് നേരം ഇരുന്നിട്ട് ധ്യാനിച്ചു എന്നാണ്. എന്താ ധ്യാനിച്ചത്? ബ്രഹ്മത്തെയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ധ്യാനിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ കയ്യിലെടുക്കാൻ സാധാരണ ഗതി പറയില്ല, കാരണം പറ്റില്ല. രൂപമില്ല, നാമമില്ല, മറ്റേ അളവില്ല, അപ്രമേയം, ഇങ്ങനെയൊക്കെയാണല്ലോ. അവ്യയം തൊട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രഹ്മാവസ്ഥ അത്ര എളുപ്പമല്ല. അത് കൈ കിട്ടിയപ്പോൾ കുറച്ച് നേരം ധ്യാനിച്ചു. പിന്നെ എന്തിനാ അവിടെ ഇരിക്കണത് എന്ന് ചിന്തിച്ചു. അപ്പോൾ പേരിടാനാണ്. ഇതിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. പേരിടുമ്പോൾ എങ്ങനെയാണ് പേരിടേണ്ടത്? അന്വർത്ഥമാവണം പേര്. ഇപ്പം നേരത്തെ അതിൻ്റെ ഒരു വ്യാഖ്യാനമൊക്കെ പറഞ്ഞിട്ടാണല്ലോ പേരിട്ടത്. എന്ന് കൊടുത്ത് അന്വർത്ഥമാവണം പേര്. ആലോചിച്ചു. എന്താ ആലോചിച്ചത്? ഞാൻ ഈ ഉണ്ണിക്ക് പേരിട്ടാൽ എൻ്റെ അറിവിനെ, അതേപോലെ തന്നെ ഈ ഉണ്ണിയുടെ ഭാവിയിലുള്ള പ്രവൃത്തിയെ, ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കും മഹർഷിമാരെ. വ്യാസം തൊട്ടുള്ളവരൊക്കെ, വ്യാസനല്ല കേട്ടോ, ഋഷിയുണ്ട്, അഗസ്ത്യൻ്റെ, നാരദൻ്റെ, മറ്റ് മഹാകേവന്മാരൊക്കെ ഉണ്ട്. എൻ്റെ അറിവിനെ പരീക്ഷിക്കും. ഒരു പക്ഷേ അത് ഭഗവാന് കുറച്ചൊരു ക്ഷീണം ഉണ്ടാക്കും, യശസ്സിന് ക്ഷീണം ഉണ്ടാക്കും. അത് അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതാണ് സ്വതേ ധ്യാനിച്ചതെന്നാണ്. അല്ലാണ്ട് ബ്രഹ്മാവസ്ഥയിലുള്ള അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നല്ല ആലോചിച്ചത്. അപ്പോൾ ഈ ആലോചന വന്നപ്പോൾ എന്തൊക്കെ കൂട്ടിച്ചേർത്താലാ ഒന്നാവുക എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് കൃഷ്ണൻ എന്ന് പേരിട്ടത്. അതാണ് 2 ശ്ലോകങ്ങളെ കൊണ്ട് ഗർഗഭാഗവത്തിൽ അത് പറയാനുള്ള കാരണം. ഗകാരോ ജ്ഞാനവാചക, രകാരോ രമയതി ഇതി. അല്ലല്ല, കകാര കമലാകാന്ത, ഋകാരോ രമയതീതി, ഷകാരോ ഷഡ്ഗുണവതി ഭഗവാൻ, അകാരോ അഗ്നിഭുക്ക്, നകാരോ ഭഗവാൻ സ്വയം, ഋകാര വിസർഗോ നരനാരായണ. സ്കെയിലിപ്പോൾ 6 ഉണ്ടാവും. കകാര കമലാകാന്ത, ഋകാരോ രമയതി, ഷഡ്ഗുണവതി ഭഗവാൻ, മറ്റേ അകാരോ അഗ്നിഭുക്ക്, നകാരോ ഭഗവാൻ സ്വയം, വിസർഗോ നരനാരായണ. 6 അപ്പോൾ ഇത് 3 ഈ 6 കൂടിയിട്ട് ഭഗവാൻ കൂട്ടിച്ചേർന്നാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട്, എന്നാൽ അത് കൂട്ടിച്ചേർത്താൽ കൃഷ്ണനാവും. ഇപ്പം എന്തൊക്കെ അർത്ഥം വന്നു? കൃഷ്ണൻ എന്നുള്ളത് കറുപ്പ് നിറം, കർഷണം ചെയ്യുന്നവൻ. പിന്നെ ധാരാളം ഉണ്ടല്ലോ, മറ്റർത്ഥങ്ങൾ കുറേ ഉണ്ട്. കൃഷധാതു, നകാരാഭ്യം എന്നൊക്കെ പറഞ്ഞ് വിസ്താരം വേറെ ഉണ്ട്. അതേപോലെ ഭക്തി, ദാസ്യം എന്നൊരർത്ഥമുണ്ട്.
പിന്നെ സൃഷ്ടിക്കപ്പെടാത്തതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്, സ്വയമേവ വന്നതാണ്, ഇങ്ങനെ എന്തൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതായാലും അതൊക്കെ കൂടി കണക്കാക്കി കൃഷ്ണ എന്ന് പേരിട്ടു. അപ്പോൾ ഋഷിമാരെ വീണ്ടും ഒന്നും കൂടി ചിന്തിച്ചു, ശരിയായില്ലേ? അപ്പം എല്ലാവരും ഓക്കെ പറഞ്ഞു. അതാണ്. അപ്പോഴാണ് കൃഷ്ണന്, രാമന് ഒരു സഹസ്രനാമേ ഉള്ളൂ ഗർഗഭാഗവത്തിൽ. കൃഷ്ണന് എത്ര സഹസ്രനാമമുള്ളത് ചോദിച്ചാൽ ശരിയാ. ഗോപാല സഹസ്രനാമം, കൃഷ്ണ സഹസ്രനാമം, വാസുദേവ സഹസ്രനാമം കൊണ്ട് കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇനി എങ്ങനെയാ ഇടേണ്ടത് എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ചേർന്ന് ഇരിക്കുന്നതായിട്ടുള്ള, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാക്ഷിയായിട്ടുള്ള ഭാവത്തിൽ വസനാലിധി വാസുദേവ. അപ്പോൾ അതാണ് ശരിക്കും പറയേണ്ടത്. അതിനൊരു കളവ് പറഞ്ഞു എന്നാണ്. അതാണ് പണ്ട് വസുദേവരുടെ പുത്രനായിട്ടുണ്ട്, പണ്ട് വസുദേവരുടെ പുത്രനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ സ്വതേ ഇതിന് അർഹത ഉണ്ടെന്നാണ്. എന്ത് വേണമെങ്കിൽ നമ്മൾ ആഹ്വാനം ചെയ്താൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് വരും, കൃഷ്ണനായിക്കൊണ്ട് തന്നെ വരുന്ന. അപ്പോൾ അതിൻ്റെ പേര് അന്വർത്ഥാവണിച്ചാൽ ഈ വാസുദേവൻ എന്നുള്ള പേരിടണം. അതുകൊണ്ട് വാസുദേവൻ എന്നും കൂടി പേരിട്ടു. പിന്നെ പറഞ്ഞു, എനിക്ക് പേരിടാൻ അറിയില്ല, അത്രയും കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് ഇനി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം ഈ ഉണ്ണിക്കൊരു പ്രത്യേകത ഉണ്ട്. കൃതയുഗത്തിൽ വെളുപ്പായിട്ടും, ദ്വാപരയുഗത്തിലെ സ്വർണ്ണ നിറായിട്ടും, ത്രേതയുഗത്തിലെ ചുവപ്പ് നിറായിട്ടും, ദ്വാപരാന്ത്യത്തിലെ കറുപ്പ് നിറായിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണൻ എന്ന് പേരിട്ടത് കേട്ടോ എന്ന് ലൗകികനായിട്ടുള്ള നന്ദഗോപുരോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഗുണം, ലീല, കാരണം, അങ്ങനെയില്ല, അനേകം മറ്റ് ലീലകൾക്കൊക്കെ ഈ ഓരോ ലീലയും നാമായിട്ട് സംഗ്രഹിക്കാനുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ കാരണങ്ങളെ കൊണ്ട് ഈ ഉണ്ണിക്ക് ഇനിയും ലീലകളെ കൊണ്ട് തന്നെ, പ്രവൃത്തികളെ കൊണ്ട് നാമങ്ങളുണ്ടാവും. അതാണ് ഈ ദാമോദരൻ, ഗോവിന്ദൻ, മാധവൻ, ഗോപികാരമണൻ, കാളിയമർദ്ദകൻ, ഭീഷ്മമുക്തി പ്രദായകൻ. ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എന്നതാണ്, അത് സംജ്ഞയാണ്. അതേപോലെ ഈ ഉണ്ണി എന്നും നിങ്ങൾക്ക് ശ്രേയസ് തരും. ഈ ഉണ്ണിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രേയസ് തരും. അപ്പോൾ ഉണ്ണിയെ അങ്ങോട്ട് നോക്കുക എന്ന ഭാവേന അങ്ങോട്ട് ആശ്രയിക്കുമ്പോൾ ഉണ്ണി നിങ്ങളെ ഇങ്ങോട്ട് രക്ഷിച്ചോളും. ഈ അർത്ഥം അതിൽ വന്നു. അതേപോലെ സദാസമയത്തും ആനന്ദിപ്പിക്കും, പിന്നെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കും. അതേപോലെ ഇവന് ആപത്ത് വരാതെ കണ്ട് നോക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ കള്ളന്മാരെയൊക്കെ ഓടിക്കും, സ്നേഹിച്ചാൽ രക്ഷിക്കും, ദ്വേഷിച്ചാൽ ശിക്ഷിക്കും. ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത്, വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കീർത്തി, ഐശ്വര്യം, പ്രഭാവം തൊട്ടുള്ള ഓരോന്നും കണക്കാക്കുമ്പോൾ അതെല്ലാം നാരായണൻ്റേതായിട്ടുള്ള ഭാവമാണ്. അതൊക്കെ ഈ ഉണ്ണിയിലുണ്ട്. അതുകൊണ്ട് നാരായണ സമോ ഗുണൈഹി. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെയാണ് ഇത് എന്ന് അവിടെ സമർത്ഥിച്ചു. ജാതകം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കൃഷ്ണൻ്റെ ജാതകം പറയൽ എളുപ്പമല്ല. ഭാവിയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ ഈ പരിണത ഫലം പറഞ്ഞു. ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പോണ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പരിണത ഫലം, അല്ലെങ്കിൽ ഇന്നതാണ്, ഇന്ന രീതിയിലാണ് എന്ന് മാത്രം അതിനെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നന്ദഗോപർക്ക്, യശോദയ്ക്ക് എത്രയാ സന്തോഷമായി ചോദിച്ചാൽ മനസ്സിലായി. കാരണം അവർക്ക് ഈ യാദവരുടെ കൂട്ടത്തിൽ ഉള്ള സ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഗർഗമഹർഷി യാദവ പുരോഹിതനായതുകൊണ്ട് ഇവിടെ ആഠ്യത്തമില്ലാത്തതുകൊണ്ടേ, അപ്പോൾ അത് അർഹതയില്ലാത്തതാണ്. അപ്പോൾ ഒരു ലോട്ടറി, ഒരു ബോണസ് കിട്ടിയതാ. അപ്പോൾ ആ സന്തോഷം അവർ ശരിക്കും പ്രകടിപ്പിച്ചു. അങ്ങനെ ഗർഗമഹർഷിയെ സന്തോഷിപ്പിച്ച് യാത്രയാക്കി. ഈ രാമകൃഷ്ണന്മാർ പിറ്റേ ദിവസം ഉണ്ടായിട്ടുള്ള ഈ രണ്ടുപേർക്കും പേരിട്ടുമല്ലോ. ഈ പേരിട്ട കാര്യങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞോ പറയാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും അത് അങ്ങാടിപ്പാട്ടായി. ആ പേരിട്ടു എന്നല്ല അങ്ങാടിപ്പാട്ടായത്, ഗർഗർ വന്ന് പേരിട്ടു. പറയാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഗർഗർ വന്ന് പേരിട്ടു. അത് ഈ അമ്പാടിയുടെ ആ ഒരു മണ്ഡലം എന്നാ പറയാം. ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോയതുമില്ല. നോക്കണേ, അതല്ലെങ്കിൽ ഈ മധുരാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്പാടി. അപ്പോൾ അതിൽ അമ്പാടി ഉണ്ട്, വൃന്ദാവനുണ്ട്, ഗോകുലം, അതൊക്കെ എല്ലാം കൂട്ടി ഒന്നാണ് വരിക. എങ്കിലും അതുകൊണ്ടാണ് മണ്ഡലം എന്ന് പറയാനുള്ള കാരണം. പുഴയാണ് കടന്നാലേ ഈ മധുരയിലേക്ക് എത്തുള്ളൂ. അവിടേക്ക് ലെവലേശം പോയില്ല. ഇത് ആ മധുരാമണ്ഡലത്തിൻ്റെ ആ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും ഈ രാമകൃഷ്ണന്മാരുടെ പേര് അറിഞ്ഞു. അതേപോലെ തന്നെ നാരദനും ബ്രഹ്മാവും കൂടിയിട്ടുള്ള സംവാദത്തിൽ ഇതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കലിസന്ധരണ മന്ത്രം ഇത് തന്നെയാണ്.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിക്ക് ഈ രണ്ട് നാമം തന്നെയാണ് ഉത്തമം. രണ്ട് രൂപമായിട്ട് വന്നു. അവർ കൂടി ചെയ്യുന്നതായിട്ടുള്ള ലീലകളെ ആര് സ്മരിക്കുന്നുവോ അവർക്ക് കലി കന്മഷാദികളൊന്നും വരില്ല. അവിടെ പ്രമാണം നാരദനോട് പറഞ്ഞു. അപ്പം നാരദന് സന്തോഷമായി. ഇനി ഇത് പറഞ്ഞാൽ മതിയല്ലോ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പ്രമാണം വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്രമേണയായിട്ട് എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞതോട് കൂടിയിട്ട് കൃഷ്ണൻ്റെ അടുത്താണ് പകല് മുഴുവൻ, ഗോപികമാർ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവരും ഒരേപോലെ തന്നെ അവിടെ എത്തുന്നുണ്ട്. ഉണ്ണിയുടെ വളർച്ച ഇങ്ങനെ അറിയുന്നുണ്ട്. ക്രമേണ മുട്ടുകുത്താൻ തുടങ്ങി. അതേപോലെ ഓരോരുത്തരും അവരവരുടെ സ്വന്തം എന്ന നിലയ്ക്ക് ലാളിക്കാൻ തുടങ്ങി. സദാസമയത്തും വീട്ടുജോലികൾ മറന്നുകൊണ്ടാണ് ഇവിടെ വരിക. അതേപോലെ കുട്ടികൾ മണ്ണിൽ കളിക്കുക, എങ്ങനെയൊക്കെ വേണിച്ചാൽ അങ്ങനെയൊക്കെ ആവാം. അതേപോലെ മുട്ടുകുത്തി പോകുമ്പോൾ മറ്റേ പിന്നാലെ ചെല്ലുന്ന ഗോപികമാരെ പിടിക്കാൻ കൊടുക്കാത്തതായിട്ടുള്ള കൃഷ്ണൻ്റെ മായ കാണിക്കൽ. അതേപോലെ എടുത്തിട്ടില്ല വെച്ചാൽ മറ്റേ എന്നെ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലായിട്ടാണോ അതോ എന്നെ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടാന്നുള്ള നിലയ്ക്കാണോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും പിടിക്കാൻ തരൂ എനിക്കും എടുക്കാൻ തരൂ എന്നുള്ള തിരിച്ച് ഗോപികമാർ അങ്ങോട്ട്. അതേപോലെ പിടിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചുള്ള ഒരു ഗോപികയാണെന്ന് വെച്ചാൽ ആ ഗോപികയ്ക്ക് തീരെ പിടിക്കാൻ കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ മനസ്സിനെ ഇങ്ങോട്ട് കർഷണം ചെയ്തു എന്ന് സാരം. അപ്പോൾ ക്രമേണയായിട്ട് ഇങ്ങനെ കുറേശ്ശെ വളരാൻ തുടങ്ങി, നിൽക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങിയത് പശുക്കുട്ടിയുടെ വാല് പിടിച്ച് പിന്നാലെ നടന്നിട്ടാണ് എന്ന് പ്രത്യേകം. അതേപോലെ തന്നെ മുട്ടുകുത്തി നിൽക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പശുവിൻ്റെ മുല നേരിട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അതേപോലെ ബാലലീല ഇങ്ങനെ വിസ്തരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് പിന്നെ ശൃംഗി അഗ്നി ദംഷ്യാസി ജല ദ്വിജ കണ്ടകേഭ്യ എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ആകെ ഒരു വരിയേ ഉള്ളൂ. അതിനെ തന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാഖ്യാനിക്കും. എന്തേ ഉള്ളൂ, ശൃംഗി അഗ്നിയാണ്, ശൃംഗിയാണ് ആദ്യം. അപ്പോൾ കൊമ്പി, മറ്റേ പശുവായാലും വേണ്ടില്ല കാളയായാലും വേണ്ടില്ല കേട്ടോ, കൊമ്പുള്ളതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തൊഴുത്ത് പോയിട്ടാവാം, മുറ്റത്തുള്ളതാവാം, അല്ല ഇങ്ങോട്ട് വന്നവരുടെ ആവാം, കൊമ്പ് വരണയുള്ളൂ വെച്ചാൽ അങ്ങനെയാവാം, വലിയ കൊമ്പുള്ളതാവാം, ഏതായാലും കുഴപ്പമില്ല. ആ പശുവിൻ്റെയോ അതിൻ്റെയൊക്കെ ഉള്ളിൽ തലയിടുക, അല്ലെങ്കിൽ കൊമ്പ് പിടിക്കുക. ഇങ്ങനെ സരസമായിട്ട് പലതും മറ്റുള്ളവർക്ക് കാണുമ്പോൾ പേടിയും, എന്നാൽ ഈ ഉണ്ണിയുടെ പ്രഭാവത്തെ അറിയിക്കാനുള്ള സൂത്ര വഴിയായിട്ട് ഇങ്ങനെയെല്ലാം ചെയ്തു. അതൊക്കെ പേടിച്ചുകൊണ്ടും എന്നാൽ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ള ഉപദേശമായിട്ടും കാണുന്നവരും അറിയുന്നവരും ആ രീതിയിൽ യശോദ എന്താ അങ്ങനെ ചെയ്യാൻ, നന്ദഗോപരെന്താ അങ്ങനെ ചെയ്യാൻ, ഗോപന്മാരെന്താ അങ്ങനെ ചെയ്യാൻ, മറ്റേ തൊഴുത്ത് പോകുമ്പോൾ പശുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ അപകടം വരുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ വിടാൻ പാടും, അവർ ശ്രദ്ധിക്കില്ല. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടേ. കൊമ്പും പശുവൊന്നും ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ അമ്മ ചെയ്യണം അത്ര ശരിയല്ല നമ്മൾ പറയാറുണ്ട് എന്ന കൂട്ടത്തിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതേപോലെ മറ്റേ കടക്കൊള്ളി എടുത്ത് വലിക്കുക, അതേപോലെ പിശാങ്ങത്തി അല്ലേ, അഗ്നി എന്നേ ഉള്ളൂ. അഗ്നി കൊണ്ടുള്ള കളികൾ എന്ത് വേണിച്ചാലാവാം. അഗ്നിയെ വിഴുങ്ങാം, അഗ്നിയെ തുപ്പാം അല്ലേ, അഗ്നിയെ പിടിക്കാം. ഇവിടെ ചൂടില്ലല്ലോ, അതാണ്. അതേപോലെ തന്നെ അച്ഛനമ്മമാരെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഉപദേശം. പിന്നെ ആയുധങ്ങൾ എടുക്കുക. അപ്പോൾ ആയുധം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇരുമ്പ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെ വിളിച്ചാൽ വ്യാഖ്യാനിക്കാന്നർത്ഥം. അതാണ് സാധാരണ എങ്ങനെ വ്യാഖ്യാനിക്കാനും. ഏട്ടൻ പിടി പിടിച്ചു, അനുജൻ അലങ്ക് പിടിച്ചു പിശാങ്ങത്തിയുടെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു എന്നാണ്. അപ്പോൾ അലങ്ക് പിടിച്ചു കഴിഞ്ഞാൽ മുറിയില്ല. കാരണം ഇവിടെ അണിമാതി സിദ്ധിക്ക് ഉടമയാണല്ലോ, 23 സിദ്ധി കയ്യിലുണ്ട്. അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ മുറിയുക, അത് മുറിയില്ല. അതേപോലെ മറ്റേ മൃഗങ്ങളുടെ പക്ഷിയായാലും വേണ്ടില്ല, പാമ്പായാലും വേണ്ടില്ല, പല്ലിൻ്റെ ഇടയിലൊക്കെ പോയിട്ടേ അല്ല പലതും ചെയ്യും, തോണ്ടി വെക്കും, ശരിയല്ലേ. പൂച്ചയായാലും ശരി, പല്ലും നാക്കൊക്കെ എണ്ണും, സിംഹമായാലും വേണ്ടില്ല. അതെ. അതേപോലെ മറ്റേ മുള്ളുള്ള സ്ഥലത്ത് കൂടെ നടക്കുക, അതാണ് കണ്ടകേഭ്യ. മുളങ്കോട്ടത്തിൻ്റെ ഉള്ളിലേക്കും പോവാൻ പേടിയില്ല. പക്ഷികളെ പിടിക്കാൻ നോക്കുക, മറ്റേ പക്ഷികളുടെ നിഴലിലൂടെ ഒപ്പം നടക്കുക, പക്ഷികളുടെ ശബ്ദം അനുകരിക്കുക, മഴവെള്ളത്തിൽ കളിക്കുക. അതേപോലെ വികൃതികൾ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ കൂട്ടുകാരെയും കൂടി കുറേശ്ശെ കൂട്ടാൻ തുടങ്ങി. അതിപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണത് വരിക. പറഞ്ഞത് മറ്റൊരു സ്ഥലത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഈ കൃഷ്ണനും രാമനെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു 32 അമ്മമാർ വന്നു എന്നൊരു കഥയുണ്ട്. അതിൽ സൂചനയുള്ളൂ. അവരുടെ ഒപ്പം ഓരോ കുട്ടികളും ഉണ്ട്, ചെറിയ കുട്ടികൾ. കാരണം ഇത് 32 ഗോപന്മാർ ഗോലോകത്ത് നിന്ന് ഇവിടെ വന്നതാണ്.
അഷ്ടഗോപന്മാരും 32 കൂട്ടുകാരും അങ്ങനെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 64 ആൾക്കാർ വേറെ വന്നിട്ടുണ്ട്. അതൊക്കെ ഗോപന്മാരുടെ പ്രത്യേക ഗണം ആണ്. ആ ഗണങ്ങളൊക്കെ പ്രത്യേകം വന്നിട്ടുണ്ട്. അതായത് സമയത്ത് തന്നെ കൂടി ചേരുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഈ 32 അമ്മമാരും കുട്ടികളും കൂടി വന്നപ്പോൾ അവരും കൂടിയിട്ടാണ് പിന്നീടുള്ള ഈ അയൽ വീട്ടിലേക്ക് നടക്കാറായപ്പോഴേക്കാണ് അവരെത്തിയത്. അങ്ങനെ അവിടെ ചെന്നിട്ടും ഇങ്ങോട്ട് വരവ് ഒഴിവാക്കി അങ്ങോട്ട് ചെന്നു എന്നുള്ളതാണ്. അതും ഒരു പ്രത്യേക ഒരു താല്പര്യത്തിലാണ് അങ്ങനെ പറയാനുള്ള കാരണം. നമുക്കൊക്കെ നമ്മുടേത് ഗോപ്യം ഒളിപ്പിച്ച് വെക്കേ, എന്നിട്ട് അന്യരുടെ അടുക്കളയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ല താല്പര്യം ഇങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ കൃഷ്ണൻ അവിടെ ചെന്നിട്ട് കൊളാക്കും. അത്രയേ ഉള്ളൂ. മുതൽ സൂക്ഷിക്കുന്നത് അങ്ങനെ പലതും. അപ്പോൾ അതിൽ ഇവരുടെ മുതൽ മുഴുവൻ ഈ പാലോ അല്ലെങ്കിൽ പാലിൻ്റെ ഗോരസങ്ങൾ എന്തായാലും വേണ്ടില്ല അതാണ്. അപ്പോൾ അതെടുക്കും. അത് ഒളിപ്പിച്ച് വെച്ചതാണെന്ന് വെച്ചാൽ കട്ടെടുക്കും. കിട്ടാണ്ട് വെക്കുക, കാണിച്ചാൽ തന്നെ കിട്ടാണ്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അതിനുള്ള സൂത്രം അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരലിൻ്റെ മീതുള്ള കസർത്തുകളൊക്കെ. അതേപോലെ തന്നെ കളിപ്പിക്കലുണ്ട്, കബളിപ്പിക്കലായിട്ട്. അതാണ് മറ്റേ ഈ ചാണകം ഉരുട്ടി വയ്ക്കലും ഒക്കെ ചെയ്തത്. അപ്പം ഉണ്ടാക്കി വെച്ചത് കാണാണ്ട് വെച്ചു. അപ്പം അപ്പം തിന്നു. ഈ ചാണകം ഒന്നും ഇതിലില്ല, ഒക്കെ മറ്റേ വേറെ ചില പുസ്തകങ്ങളിലുള്ളതാണ്. ഏതായാലും ഇനി അതേപോലെ തന്നെ ഈ എല്ലാവർക്കും എല്ലാം അർഹതയുണ്ട് എന്നാണ്. നമുക്കൊക്കെ ജീവിക്കാൻ അർഹതയുണ്ട്, അതേപോലെ തന്നെ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ കടമകൾ പലതും ചെയ്യണം. ഈ കടമകൾ ചെയ്യാതെ കണ്ട് ജീവിക്കാൻ അവകാശം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലാവ് വിളിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പം അങ്ങനെ പാടില്ല. നമ്മൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും, പണിവിട്ടെടുക്കില്ല. അപ്പം അങ്ങനെ പോരാ. അപ്പം അതിന് ചില സൂത്രവഴികളൊക്കെ ഈ കളികളിലൂടെ ഭഗവാൻ ഇങ്ങനെ സ്ഥേയോഗമായിട്ട് പലതും കാണിച്ചു കൊടുത്തു എന്നവിടെ പറയുന്നുണ്ട്. അതേപോലെ ഏതൊക്കെ മുതലാണ് നമ്മൾ എടുക്കേണ്ടത്, എടുക്കാൻ പാടുള്ളതും എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട്, അതുപോലെ വീതം വെക്കേണ്ടത്, അതൊക്കെ ഈ ബാലലീലയിൽ കാണിക്കും. അതിലത്തെ ഒന്നാണ് ഈ പശുക്കുട്ടികളെ മാറ്റി കെട്ടിയിട്ട് പാല് കറക്കാൻ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് നോക്കി. പശുവിൻ്റെ പാല് ആരാ കുടിക്കേണ്ടത്? പശുക്കുട്ടികളല്ലേ. അപ്പോൾ വത്സാൻ മുഞ്ചൻ അതാണ് പിടിച്ച് കെട്ടേണ്ട സമയത്ത് അഴിച്ചിടും, പിന്നെ പാല് കിട്ടില്ല. അപ്പം എന്നാൽ ഈ യശോദ അങ്ങനെയല്ലേ ചെയ്യണേ? അതെ. അപ്പം അതിനൊരു മറ്റേതുണ്ട് അത്രേ. അതായത് പശുക്കുട്ടി പാല് കുടിച്ചിട്ട് കഴിഞ്ഞില്ല, അങ്ങനെ മുഴുവൻ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ആ പാല് കറന്നെടുക്കണമല്ല. അപ്പോൾ പശുക്കുട്ടി കുടിച്ചതിൻ്റെ ശേഷം മതിയാക്കിയതിൻ്റെ ശേഷം ചെയ്യാവൂ. നമ്മളെന്താ ചെയ്യാറോ, അതുകൊണ്ട് മുട്ടി ചൊരക്കാൻ തുടങ്ങിയാൽ പശുവിനെ കുട്ടിയെ മാറ്റും. അപ്പോൾ അത് കളവാണ്. എന്തുകൊണ്ടാണ് ഗോപരിപാലനം ചെയ്യുന്നവർക്ക് ശ്രേയസ് കിട്ടാത്തത്? ഒന്ന് ഈ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം മറ്റേ വേണ്ടത് വേണ്ടപ്പോഴല്ല പശുക്കൾക്ക് കൊടുക്കുക. പശുക്കൾക്ക് ഈ കാലും കയ്യൊക്കെ എപ്പോഴും എന്താണ് പറയുക, പേരണം. അതേപോലെ രാത്രി വലിയ പേടിയാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണം. സദാസമയത്തും ആഹാരം കഴിക്കണം. അതായത് സദാസമയത്തും പുല്ല് തിന്നുകൊണ്ടിരിക്കണം. വളരെ കുറച്ച് സമയം മാത്രമേ അവർക്ക് അയവറക്കേണ്ടുള്ളൂ. അത് ഇത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ആഹാരപ്രിയരാണ്. വലിയ വയറല്ലേ, മഹിഷാസുരൻ കേട്ടിട്ടില്ലേ, വലിയ വയറ്, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുളിപ്പിക്കൽ സ്വതേ നമ്മളെന്താ വിചാരിക്കുക, ചെള്ളമൊക്കെ കഴിച്ച് ചാണകത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതൊന്നും പാടില്ല. പശുവിന് അങ്ങനെയാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. സ്വയമായിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ പരിചര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉന്നതി എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ ഉന്നതി. കാരണം എന്താ, എല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ വാലിൻ്റെ മുകളിൽ ചാണകം കഴിച്ചാൽ പിതൃക്കളാണ് അവിടെ. അപ്പോൾ അവർക്ക് ദോഷമായില്ലേ. അങ്ങനെ ഏത് അവയവത്തിലാണോ ഈ മൂത്രമോ ചാണകമോ അല്ലെങ്കിൽ മറ്റേ ചളിയോ ഒക്കെ ഉള്ളത് വെച്ചാൽ, ചെള്ള തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചാൽ, അതൊക്കെ ആരെ ബാധിക്കും? അതാത് ദേവന്മാരെ ബാധിക്കും. ആ ദേവന്മാർക്ക് ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? ഈ പശുവിലിരുന്നിട്ടാണ് തിരിച്ച്. അപ്പോൾ പശുവിനെ നോക്കണവരെ, ശിവനെ പൂജിക്കുന്നവരെ ഒക്കെ ഈ ദാരിദ്ര്യം അനുഭവിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കാനുള്ള കാരണം ശുശ്രൂഷ ചെയ്യുന്ന ജോലി ശരിയല്ല. അപ്പോൾ അതൊക്കെ ഇവിടെ സൂചന പറയുന്നുണ്ട് പല രീതിയിൽ. അതേപോലെ ഗോപികളുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മനസ്സാണ്. അവരുടെ എന്തുണ്ടെങ്കിലും അത് കൃഷ്ണന് കൊടുക്കും, കാത്തിരുന്നിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പതിവ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ കൂടുതൽ ചെയ്യും. എൻ്റെ വെണ്ണയോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ എൻ്റേതായിട്ടുള്ളൊരു സ്വാർത്ഥമോ എൻ്റേതായിട്ടുള്ളൊരു മഹിമയോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് കുട്ടികളോട് തീരെ പാടില്ല. 5 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ഈശ്വരന്മാരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ എൻ്റേതായിട്ടുള്ള ഒരു കേമത്വം കാണിക്കാൻ പാടില്ല. കാരണം എൻ്റെ ലഘുത്വം ഈ ബ്രഹ്മത്തിൻ്റെ മഹത്വമാണ് അറിയേണ്ടത്, ഈശ്വരൻ്റെ മഹത്വമാണ് അറിയേണ്ടത്. അപ്പോൾ അത് അങ്ങനെ അല്ലാണ്ട് ചെയ്യണു എന്നുള്ളത് കാണിക്കാനും ഇതേപോലെ ചില സ്ഥേയയോഗങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ മറ്റേ
കൃഷ്ണന് കൊടുക്കുന്നത് കൃഷ്ണന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ശാഠ്യക്കാരാണ് ഈ അമ്മമാരൊക്കെ. ഒരാൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും അത്. ഈ യശോദയ്ക്ക് മാത്രമേ ആരോപണമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉണ്ട്. അതിലാണ് ഒരു വീട്ടിൽ പോയിട്ട് ഈ എടുത്തിട്ട് മറ്റേ കുറഞ്ഞത് കൊടുക്കണതൊക്കെ കാണിച്ചു കൊടുത്തു. അത് മറ്റേ ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ അത് യശോദയ്ക്ക് സമ്മതമായില്ല. അപ്പോൾ പ്രത്യക്ഷമായിട്ട് അത് കണ്ടത് കയ്യോടെ പിടിച്ചു മറ്റുള്ള കൂട്ടുകാരുടെ കൂടെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കി മറ്റേ അപ്പോഴാണ് സാരിയുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള രംഗത്തിൽ. അതേപോലെ ഉണ്ണിയെ പിടിച്ച് കൊണ്ടുവന്നു. മറ്റേ ഇതാ ഈ ഉണ്ണി എൻ്റെ വീട്ടിൽ ഇന്ന പ്രകാരത്തിലുള്ള തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞു. യശോദ മറ്റേ ഈ പറഞ്ഞയാളുടെ മുഖത്തേക്ക് നോക്കി, ഒപ്പം നിൽക്കുന്ന ആളുടെ കൈ പിടിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി. അത് അയാളുടെ തന്നെ മകനാണ്. ഉണ്ണി കൃഷ്ണൻ ആള് മാറി. കൃഷ്ണൻ ഇവിടെ അമ്മയുടെ സാരിയുടെ പിന്നിൽ വിളിച്ചു. അപ്പോൾ വന്നയാള് മാറിയത് പാവം ഈ പറഞ്ഞയാള് അറിഞ്ഞില്ല. അപ്പോൾ യശോദ സ്വന്തം ഉണ്ണിയെ ഒന്ന് നോക്കി, ഒന്ന് നോക്കി. അപ്പോൾ ഈ അമ്മ സ്വന്തം മകനെ നോക്കി. ഇതെങ്ങനെ മാറി, ഈ മാറ്റം മാറിയത് എപ്പോഴാ? ഇങ്ങനെ ഈശ്വരഭാവത്തെ ഇങ്ങനെ സരസമായിട്ട് പറഞ്ഞുകൊണ്ട്. അതേപോലെ പാത്രം മാറ്റി വയ്ക്കുക, മറ്റേ ഈ കമുത്തി വയ്ക്കുക. അത് ഉള്ള സാധനത്തിനെ കാണിക്കാതെ കണ്ട് കമുത്തി വയ്ക്കുക. അപ്പോൾ കൃഷ്ണൻ ചെല്ലുമ്പോൾ ഈ പാത്രത്തിലൊന്നും ഇല്ല, അതൊക്കെ ഉടച്ചു വയ്ക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉടച്ചു വയ്ക്കണത്? അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ വന്ന് പറയും. അപ്പം അതാണ് മൺകലാണ് പൊട്ടിച്ചെണ്ണത്, പൊൻകലാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക. അപ്പം എന്തായി? നഷ്ടം ലാഭമായിട്ട് മാറി. അതാണ്. അതേപോലെ ഏതെങ്കിലും തരത്തിൽ കൃഷ്ണനെ വഞ്ചിക്കാനുള്ള ഉദ്ദേശം ഇതുപോലത്തെ പലരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കണ്ടു വെച്ചാൽ അവിടെ കുട്ടികളെ തൊട്ടിലാക്കിയിട്ട് പണിക്ക് പോകുമ്പോഴേ കൈക്കോട്ട് കളിക്കാൻ പോകും. അപ്പം ഈ കുട്ടികളെ നോവിക്കും. എന്തിനെ? കരയാൻ വേണ്ടിയിട്ട് നുള്ളി നോവിക്കും എന്നാണ്. കൃഷ്ണന് പാല് കിട്ടാത്തതുകൊണ്ട്, നെയ്യ് കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വെണ്ണ കിട്ടാത്തതുകൊണ്ടാണ് കരയിച്ചത് എന്നാണ് സങ്കല്പം. പക്ഷെ അതല്ല, കുട്ടിയുടെ അടുത്ത് ആള് വേണം. ഈ കുട്ടി നിലവിളിച്ചാലെങ്കിലും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതൊരു നുള്ളി നോവിച്ചു എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ അതെന്തിനാ ചെയ്തതെന്നുള്ള കംപ്ലൈൻറ്റ് ഇവിടെ പറഞ്ഞു. അതെങ്ങനെയാണ് വന്നത്? യശോദ ഉണ്ണിയെ നോക്കണില്ല, അത് യശോദയ്ക്ക് മനസ്സിലാവണില്ല. ഇതിവിടെ വന്ന് പറഞ്ഞു, എൻ്റെ ഉണ്ണി ഇതാ ഇങ്ങനെ കരയിച്ചിട്ടാണ്. അത് ഒരു ആവശ്യമില്ല എൻ്റെ കൃഷ്ണൻ കരയിച്ചത് കേട്ടോ. ഞാൻ വെണ്ണ മാറ്റി വെച്ചു വന്നിട്ട് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചു. കൃഷ്ണൻ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. അത് കിട്ടാത്തതുകൊണ്ടാണ് കൃഷ്ണൻ ഇത് ചെയ്തത് കേട്ടോ. ശരിയല്ല കൃഷ്ണൻ്റെ സ്വഭാവം. ഇതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി. അത് യശോദയ്ക്ക് മനസ്സിലായില്ല, ഈ ഗോപിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിൻ്റെ തത്വം എന്തെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. എന്താ? കുട്ടിയുടെ അടുത്ത് എപ്പോഴും ആള് വേണം, ശ്രദ്ധ വേണം, അകലേക്ക് പോകാൻ പാടില്ല. അതാണ്. പിന്നെ ഈ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചില ഏർപ്പാടുണ്ടാവില്ല. അതായത് ഇപ്പോൾ ദാനം കൊടുക്കും, പാല് വെണ്ണയൊക്കെ ദാനം കൊടുക്കും. അതേപോലെ തന്നെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടുമുണ്ട്. അപ്പോൾ അതിൽ വീതം വെക്കുന്നത് പിഴച്ചു വെച്ചാൽ അങ്ങനത്തെ വീടുകൾ പ്രത്യേകം ചില കളവ് ചെയ്തു എന്നുള്ളതാണ്. കളവ് ചെയ്തു എന്ന് മാത്രമല്ല, അത് ഈ ഇവർക്ക് അവരുടെ മനസ്സിനെ വല്ലാതെ കണ്ട് വേദനിപ്പിക്കുന്ന തരത്തിലും ആക്കി എന്നുള്ളതാണ്. നശിപ്പിച്ചു. ഈ നശിപ്പിക്കുന്ന രംഗങ്ങളാണ് മറ്റേ എല്ലാവർക്കും കൂടി കൊടുത്തത്. കൃഷ്ണൻ വീതിച്ച് കൊടുക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്ത് ഈ ദാമോദരം മാത്രമല്ല, തൈര് കലക്കി അത് അങ്ങനെ തട്ടിമറിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദാമോദരം മാത്രമല്ല, അവിടെയും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ യശോദയ്ക്ക് ബോധ്യവാനാണ് രണ്ടാമത് ഇവിടെ ദാമോദര ലീലയിൽ ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ ഗോപികളുടെയും അതാത് വീട്ടിൽ പോയിട്ട് അവർക്ക് ഇതേപോലെയൊക്കെ ചെയ്തത് പരസ്പരം പറയാനുള്ള അവസരത്തെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഓരോരുത്തരും കണക്കാക്കി, എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കൃഷ്ണൻ വരുന്നില്ല കക്കാൻ? അങ്ങനെയാണ് അവർ കണക്കാക്കി. നമ്മളെങ്ങനെ കണക്കാക്കി? എൻ്റെ വീട്ടിൽ വരാതിരിക്കട്ടെ, ഞാൻ പൂട്ടിയേക്ക്. അങ്ങനെയല്ലേ? അതങ്ങനെയല്ല. എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വരണില്ല? അവർ കാത്തിരുന്നു. ഈ പറഞ്ഞ സൂത്രങ്ങളൊക്കെ ചെയ്തു. അതായത് ഉറിയിൽ കയറ്റി വെച്ചു, മറ്റേ പാത്രത്തിൽ ഇല്ലാണ്ട് കവുത്തി വെച്ചു, നിറച്ച് വെച്ചു. എന്ത് ചെയ്താലും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളും സ്വതേ അങ്ങനെ വേണം. കൃഷ്ണൻ എന്ത് നമ്മൾ തെറ്റ് ചെയ്താലാണോ, എന്ത് ശരി ചെയ്താലാണോ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുക, ആ രീതിയിൽ നമ്മളും പ്രവർത്തിക്കണം. എന്ത് വേണം? സമർപ്പിത ഭാവത്തോട് കൂടിയിട്ട് മനസ്സ് സമർപ്പിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ലീലകൾ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു തവണ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ നല്ല പഴുത്ത പഴം ധാരാളമുള്ള ഒരു മരം. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് മറ്റേ പഴം ധാരാളം പറിച്ചു. അപ്പോൾ എളുപ്പം കയറാവുന്ന മരമായതുകൊണ്ട് എല്ലാവരും കയറിയെന്നാണ്. കൃഷ്ണൻ
താഴെ കാവൽ നിന്നു. പഴം പറക്കി കൊണ്ടുവന്നുണ്ട്, മുകളിൽ നിന്ന് ഇട്ടതുണ്ട്, എല്ലാം കൂടിയിട്ട് ഈ ഭണ്ഡാരം കാവൽക്കാരൻ കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അവരിതെല്ലാം കൊണ്ടുവന്നു. എല്ലാവരും കൂടി വന്നു. നമുക്കിരുന്ന് കഴിക്കല്ലേ ചോദിച്ചു. എന്ത് എന്ത് കഴിക്കുന്നത്? അല്ല, അപ്പം തന്നതൊക്കെ അതൊക്കെ സൂക്ഷിച്ചു വെച്ചു. എവിടെ ഉറുമ്പ് കിടക്കാത്ത പത്തായത്തിൽ. സ്വാഹ. അപ്പോൾ പണിയെടുത്തത് ഞങ്ങൾ സുഖിക്കാൻ നെയ്യും, അത് ശരിയല്ല. എല്ലാവരും കൂടി പോയിട്ട് യശോദയോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അവസാനം രാമനെ കൊണ്ടും പറയിച്ചു. എന്ത്? കൃഷ്ണൻ മണ്ണ് തിന്നു. കൃഷ്ണൻ മണ്ണ് തിന്നു ഉറപ്പാ. മറ്റേ യശോദ രാമനോട് ചോദിച്ചു, കൃഷ്ണൻ മണ്ണ് തിന്നോ? ഉവ്വ്. ഉവ്വ് മണ്ണല്ല തിന്നത്, പഴ തിന്നത്, ഞങ്ങൾക്ക് തരാതെ കണ്ട. അത് മെല്ലെ പറഞ്ഞു, മനസ്സിലായില്ലേ? ഈ യുധിഷ്ഠിരനോട് അശ്വത്ഥാമ ഹതല്ലേ, അതുപോലെയാണ്. അല്ലാണ്ട് രാമൻ ഒരിക്കലും കളവ് പറയില്ല. അപ്പോൾ തിന്നു എന്ന് യശോദയ്ക്ക് അത്രയും മനസ്സിലായുള്ളൂ, പാവം. കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ നീ മണ്ണ് തിന്നോ? ഇല്ല അമ്മേ, ഇവരൊക്കെ എന്നാണ് പറയാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മണ്ണ് തിന്നു എന്നുള്ളത്. അപ്പോൾ ഏട്ടനെ നോക്കി, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അമ്മേ സംശയിക്കണ്ട കേട്ടോ, പശ്യമേ മുഖം, എൻ്റെ മുഖത്ത് നോക്കി നോക്കൂ, എൻ്റെ വായിൽ നോക്കി നോക്കൂ, കാണാണ്ടോ? ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത് ചോദിച്ചാൽ നിശ്ചയില്ല, സകലത് കണ്ട്, വടിയൊക്കെ ഉണ്ട് കയ്യിൽ, കണ്ട ഉണ്ണിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ കണ്ടു, താത്വികമായിട്ട് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു വിസ്താരം സകലതും കൂടിയിട്ട് കണ്ടു. യശോദി നിൽക്കുന്നുണ്ട്, ഈ ഉണ്ണി മറ്റേ പേടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. മറ്റേ അടിക്കാനോ ശിക്ഷിക്കാനോ എന്താ വേണ്ടത് വെച്ചാൽ അതും അമ്മയും മകനെയും കൂടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ആകെ മോഹാലസ്യപ്പെട്ടു, വീണു അല്ലേ പറയുള്ളൂ. ഇങ്ങനെ കൃഷ്ണനെ രണ്ടാമത്തെ തവണയും ഈ ഈശ്വരഭാവത്തിൽ ഈ യശോദയ്ക്ക് കാണാൻ സാധിച്ചു. കണ്ടു, നല്ലോണം മറ്റേ ഉറപ്പായി, ഭ്രമം വന്നു, മായ സകലതും ബാധിച്ചു. അതിന് ശേഷം ഈ ഉള്ളിൽ ഉറച്ചതിന് ശേഷം ഒന്നുകൂടി ഭഗവാൻ മായ കാണിച്ചു കൊടുത്തു. വീണ്ടും പഴയ അമ്മയും പഴയ മകനും, ഈ കുസൃതിയായിട്ടുള്ള ആ മകനും അതേപോലെ തന്നെ അത്യധികം ലാളനയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് കാണുന്ന ആ യശോദാദേവിയെയും അവിടെ വീണ്ടും പഴയ പോലെയാക്കി. ഭഗവാനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്ത, അതേപോലെ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഇനി 125 വയസ്സ് വരെ എന്തൊക്കെ ലീലകളാണ് ചെയ്യാൻ എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ അറിയാനുള്ള കഴിവ് എനിക്കില്ല. യശോദ പറയാണ്, ഈ ഭഗവാനല്ല, ഭഗവാനെ സൂചിച്ച് പറയാണ്, ഞാൻ ഇവിടെ നന്ദഗോപരുടെ റാണിയായിട്ട് എൻ്റെ ഉണ്ണിയായിട്ടുള്ള ഈ കൃഷ്ണനെ ലാളിച്ചുകൊണ്ട് കഴിഞ്ഞോളാം, എന്നെ മായ ഇങ്ങനെ കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോഴാണ് ഭഗവാൻ മായ പിൻവലിച്ചുകൊണ്ട് ഈ പഴയ അമ്മയും മകനുമായിട്ട് മാറിയത്. വീണ്ടും സ്തന്യപാനാദികളെല്ലാം ചെയ്തുകൊണ്ട് പഴയ പോലെ തന്നെയായി തീർന്നു. ആ ഉണ്ണിയെ മടിയിൽ വയ്ക്കാനോ അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക്, മറ്റുള്ള അമ്മമാർക്ക് കൊടുക്കാനോ എടുക്കാനോ മറ്റേ കൂടെ നടക്കാനോ ലാളിക്കാനോ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് വീണ്ടും ഇങ്ങനെ പലതും ചെയ്തു. ഇങ്ങനെ എല്ലാവരും ഭാഗ്യത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ യശോദാദേവിക്കും നന്ദഗോപർക്കും ഇത്രയും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാനുള്ള കാരണം എന്താ എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് ചോദിച്ചപ്പോൾ ഈ പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യം ശ്രീശുക ബ്രഹ്മർഷിക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണമല്ലോ. അവർ പറഞ്ഞു, അഷ്ടവസ്തുക്കളിലെ ദ്രോണൻ എന്ന വസുവും അതേപോലെ ധര എന്ന ദ്രോണൻ്റെ പത്നിയും ബ്രഹ്മാവിനെ തപസ് ചെയ്തു അനവധി കാലം. എന്നിട്ടോ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാന്റെ ബാലലീല കാണണം എന്ന് പറഞ്ഞു. ബാലലീല കാണണം എന്ന് പറഞ്ഞാൽ മകനായിട്ട് ജനിക്കും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ സ്വന്തമാകുമെന്നാണ് നിരീക്ഷിച്ച സൂത്ര വഴി പറഞ്ഞതാ. രാവിലെ പറഞ്ഞില്ലേ, സൂത്ര വഴി പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചോദിച്ചതേ തരുള്ളൂ, അതിൻ്റെ അപ്പുറം തരില്ല. അപ്പം എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഞങ്ങൾക്ക് എന്താണോ മനസ്സിന് സുഖം ഉണ്ടാവേണ്ടത് വെച്ചാൽ അത് ഭഗവാനിൽ നിന്നും നേരിട്ട് കിട്ടാൻ ഭാഗ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അപ്പോൾ മകനായിട്ട് വരാച്ച അങ്ങനെ ഉണ്ട്, ബാലലീലാച്ചാൽ അത് കിട്ടും, അല്ല ഒപ്പം ആയുസ് കഴിയണവരെ താമസിക്കാച്ചാൽ വേണ്ട അങ്ങനെ അതൊക്കെ കിട്ടും. ഈ ബാലലീല മറ്റേ ദേവകിക്കും വസുദേവർക്കും കിട്ടിയില്ല. ബാക്കിയുള്ളവർക്ക് ഒക്കെ ഇതുപോലെ കിട്ടി, അമ്പാടിയുള്ളവർക്ക് കിട്ടി, മറ്റേ മധുരാമണ്ഡലത്തിൽ ആർക്കും കിട്ടിയില്ല. അതേപോലെ അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതാ രസം, അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അത് കാണിച്ചു കൊടുത്തു. അതാണ്. അങ്ങനെ അവർ യശോദാനന്ദന്മാരായിട്ട് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഉലൂഖല ബന്ധനം എന്ന ദാമോദരൻ്റെ കഥയാണ് അടുത്തതായിട്ട് പറയണത്.
ഇനി 14 അധ്യായം വായിക്കാൻ കേട്ടോ. ഈ ദാമോദരനും കൂടിയും പറയാം, അത് കഴിഞ്ഞാൽ നിർത്തും. ദാമോദരൻ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ 12ാമത്തെ നാമമായിട്ടാണ് ദാമോദരൻ വന്നതെന്നുള്ളത്. അപ്പോൾ ദാമോദരൻ മുന്നുണ്ട്. ഇവിടെ 3 വയസ്സായിട്ടുള്ള സമയത്താണ് ഈ രംഗം നടക്കുന്നത്. അപ്പോൾ അവിടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ അമ്മ അടുത്ത് വേണം, ഉറക്കണം. ഉണരുമ്പോൾ പിന്നെ എത്ര നേരം ഉറങ്ങുന്ന വെച്ചാൽ അത് അത്ര സാരമില്ല. പക്ഷെ ഉണരുമ്പോൾ എപ്പോൾ ഉണ്ടായാലും ശരി അമ്മ അടുത്ത് വേണം. അല്ലെങ്കിൽ ഉണ്ണികൾക്ക് എന്തുണ്ടാവും, വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരും, ഒരു ബന്ധം നഷ്ടപ്പെട്ടൊരവസ്ഥ വരും, ഒരു ഉറപ്പില്ല, അങ്ങനെ ഒരു അവസ്ഥ വരും, ഭയം വരും. അപ്പം അങ്ങനെ വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അത് തെറ്റിച്ചു ഈ യശോദ. എങ്ങനെയാണ് തെറ്റിച്ചത്? സാധാരണ കിടക്കലും അങ്ങനെയൊക്കെ തന്നെ പതിവ്. രാവിലെ നേരത്തെ നീട്ട് കഴിഞ്ഞാൽ സ്വന്തം പണികളൊക്കെ കഴിച്ച് ഉണ്ണി ഉണരുന്നതിൻ്റെ മുന്നേ അവിടെ എത്താറുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്താൻ തരായില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്താൻ തരാവാത്ത ദിവസത്തെ കഥയാണ് ഇപ്പോൾ ഈ പറയാൻ പോണത്. ഇവിടെ രാവിലെ എഴുന്നേറ്റ് നേരത്തെ തന്നെ മറ്റു പണികളൊക്കെ കഴിച്ച് ഏറ്റവും ഒടുക്കാണ് തൈര് കടയുക. അതായത് എല്ലാ ശുദ്ധിയും വരുത്തിയതിൻ്റെ ശേഷം വേണമെന്നാ. തേവാരം കഴിഞ്ഞിട്ട് മറ്റേ അടിച്ചെളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം മോരി എല്ലാ ശുദ്ധിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പശുവിനെ കറക്കണം, തൊഴുത്ത് വൃത്തിയാക്കണം, ഒക്കെ കഴിഞ്ഞിട്ട് വേണം തൈര് ഇറക്കാൻ. നമ്മളും തൈര് ഇറക്കാൻ അങ്ങനെ മതി, പക്ഷെ ഉച്ചയ്ക്കാണ് മതി. അപ്പോൾ വെണ്ണയിട്ട് കിട്ടൂല. അപ്പോഴേക്ക് എന്തേ പാടും, ഇവിടെ സൂര്യൻ ഉദിച്ച് വരെ അത്രയ്ക്കേ പാടുള്ളൂ, അല്ലെങ്കിൽ ഉദിച്ച ആ സമയം അങ്ങനെ, അല്ലെങ്കിൽ അതിന് മുന്നേ ആവാം, എന്നാലും വിരോധമില്ല. അപ്പോൾ ആ സമയത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ ഇത് പതിവുണ്ട്. അങ്ങനെ തൈര് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. തൈര് കലക്കുമ്പോൾ ചെയ്ത വലിയൊരു അബദ്ധമാണ്. എന്നെ പോലെ കണ്ണടച്ചിട്ട് ആ കഥ പറയാം. കണ്ണടച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ അന്ധചക്ഷുസ് തുറക്കണം, അതല്ലാച്ചാൽ മാംസചക്ഷുസ് തുറക്കണം. തുറന്നിട്ട് ചെയ്യാവൂ, ഇല്ലാച്ചാൽ വല്ല പ്രാണികളൊക്കെ വരില്ലേ. അപ്പോൾ അതൊന്നും പാടില്ല. അതേപോലെ തന്നെ കണ്ണടച്ചിട്ട് തൈര് കലക്കൽ ചെയ്ത പോലെ തന്നെ കൃഷ്ണൻ്റെ കഥകൾ മാത്രമേ അമ്മ പാടിയിട്ടുള്ളൂ, വേറെ യാതൊന്നും അമ്മ പാടിയിട്ടില്ല. കൃഷ്ണൻ്റെ കഥകൾ അനവധി മഹർഷിമാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധ മുഴുവൻ ഏതിലാണ്ടായത്? ഭഗവാനിലാണ്ടായത്, ഈ ഇതിലല്ല, തൈര് കറക്കലല്ല. ഒരു പണി ചെയ്യുമ്പോൾ അതിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ശരിക്കും വേണ്ടത് എങ്ങനെയാ വെച്ചാൽ തൈര് കറക്കണയിൽ ശ്രദ്ധ വേണം. രണ്ടാമതേത് ഭഗവാന്റെ ഇതിൽ വേണം, കാരണം നമ്മൾ ലൗകികരാണ്. രണ്ടാമത്തേൽ ശ്രദ്ധ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ശ്രദ്ധ പിന്നെ ഭഗവാൻ ഏറ്റെടുത്തോളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റെടുക്കാറായിട്ടില്ല, ഇവിടെ ലൗകിക മുഴുവൻ വിട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ഈശ്വരഭാവം തന്നെയാണ് ഫുള്ളായിട്ടുള്ളത് എങ്കിൽ ഈ ലൗകിക ഭാവം ഭഗവാൻ നോക്കിക്കോളും. അംബരീഷിനെ പോലെ അവിടെ മറ്റേ സുദർശനം വന്നിട്ട് ഭരിച്ചോളും. അത്ര ആയിട്ടില്ല, ഇവിടെ ലൗകിക ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ണടച്ച് ചെയ്യാൻ പാടില്ല. മറ്റേ പാട്ടിൽ ആവരുത് ശ്രദ്ധ, ഈ തൈര് കടയിലാണ്. ഇനി ഈ തൈര് കടയിലും എല്ലാ ശ്രദ്ധ വേണ്ടത്. എന്തിനാണ് വേണ്ടത്? പ്രസവിച്ച സമയത്ത് 5 വയസ്സ് വരെ അമ്മ ഉണ്ണിയിലായിരിക്കണം മുഴുവൻ ശ്രദ്ധ, ഭർത്താവിലും കൂടി വേണ്ട. അവിടെ പാതിപത്യ ഭംഗം വരില്ല. ഉണ്ണിയെ നോക്കിയാൽ മതി, അങ്ങനെയാണ്. എന്നാൽ ഭർത്താവിന് ആണ് കൂടുതൽ പ്രാമുഖ്യം, ഉണ്ണിക്കല്ല, മകനല്ല. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയെ വിഷയമല്ല. 5 വയസ്സ് വരെ ഭർത്താവിനേക്കാൾ പ്രാധാന്യം ഉണ്ണിക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 5 വയസ്സ് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രസവം നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട്. പോട്ടെ. അപ്പോൾ ഇവിടെ ഈ തൈര് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി ഉണന്നു. ഉണ്ണി കൃത്യസമയത്ത് ഉണന്നിട്ടോ അല്ലായിട്ടോ, ഇത് സമയം നീണ്ടുപോയതാണ്. അപ്പോൾ അമ്മയെ കണ്ടില്ല, വ്യസനായി. അപ്പോൾ അവിടുന്ന് കണ്ണൊക്കെ തിരുമ്മി, കോണ് കണ്ടായിണ്ടാവില്ല, പകുതിയായിട്ടാണ് വരിക. ഏതായാലും ഇവിടെ വന്നപ്പോൾ അമ്മ കണ്ണ് അടച്ചിട്ട് ഇത് കടയുന്നുണ്ട്. അപ്പോൾ തെറ്റ് മനസ്സിലായി, എന്നെ ശ്രദ്ധിക്കണില്ല. തൈര് കടയിൽ നിർത്താൻ വേണ്ടി കടകോലിൻ്റെ മുകളിൽ കൈ വെച്ചപ്പോൾ സംശയമില്ല, മകനല്ലാണ്ട് ഇങ്ങനെ ഒരാൾ ചെയ്യില്ല. അതുകൊണ്ട് ഉണ്ണിയെ അടുത്ത് വിളിച്ചു, മടിയിലിരുത്തി. അപ്പോഴേക്കാണ് സ്തന്യം ചോരന്നു. അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം, മണം ഒക്കെ വന്നു. എന്താ, പാല് കരിഞ്ഞ മണം, പാല് പൊന്തിയിട്ട് തീയിൽ വീണ് കഴിഞ്ഞാൽ അപ്പോൾ ശബ്ദം കേട്ടു, മണം വന്നു. അപ്പോൾ എന്തുണ്ടായി? ഈ സ്തന്യപാനം അവിടെ നിർത്തി, പകുതി കുടിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അങ്ങോട്ടൊന്ന് നോക്കി, കണ്ണിലേക്ക് നോക്കണ്ടേ, കണ്ണിൽ നിന്ന് ശ്രദ്ധ അങ്ങോട്ട് വിട്ടു. അപ്പോൾ തെറ്റിപ്പോയില്ലേ. ഉണ്ണിയെ അപ്പം മുതലിനോടായി ശ്രദ്ധ. ഉണ്ണി അവിടെ വെച്ചു. അപ്പോൾ ഉണ്ണിക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ണി ഉണ്ടാവും? ബ്രഹ്മഹത്യാപാപമാണ് ഇവിടെ. അമ്മയ്ക്ക് ബ്രഹ്മഹത്യാപാപം വരാൻ പാടില്ല. അമ്മ ഈശ്വരനല്ലേ ഇവിടെ, ഈശ്വരനായതുകൊണ്ട് അമ്മയ്ക്ക് ബ്രഹ്മഹത്യാപാപം വരാൻ പാടില്ല. അപ്പം അതിന് സംരക്ഷണം വേണം. പക്ഷേ ബ്രഹ്മഹത്യാപാപം ഉണ്ട്. ഇനി കർമ്മം ചെയ്താൽ ഫലമുണ്ട്. അപ്പം അത് അനുഭവിപ്പിക്കാതിരിക്കാനൊന്നും ഓർത്തില്ല. കൃഷ്ണൻ കുടുങ്ങി. യശോദയല്ല പഠിപ്പിക്കണത് കേട്ടോ, യശോദയെ പഠിപ്പിക്കുന്നത് വഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ പോയി മറ്റേ പാലെടുത്ത് മറ്റേ തിളപ്പിച്ച് പാല് വാങ്ങി വെച്ചു. ഇവിടെ എത്തിയപ്പോഴേക്കും ഉണ്ണിയുടെ ചുണ്ടിയും പ്രവൃത്തി ഒപ്പം കഴിയും. എന്തൊക്കെയാണ് ചെയ്തത്?
ആദ്യമേ തന്നെ ഈ തൈര് കടഞ്ഞു തരുന്നത് കലം പൊട്ടിച്ചു. ആ വെണ്ണയും എൻ്റെ ഈ തൈരും കൂടിയിട്ട് ആ മുറി മുഴുവൻ പരന്നു എന്നാ. എത്ര വെണ്ണയിലും പരത്തുമല്ലോ, അതിനുള്ള ഈശ്വരഭാവമല്ലേ. അപ്പം അതുകൊണ്ട് അത് പരന്നു. പിന്നെയോ ഈ ഉണ്ണി 10 പുറത്തേക്ക് നടന്നു, അല്ലെങ്കിൽ 8 പുറത്തേക്ക് നടന്നു എന്ന് കൂട്ടുക, അല്ലെങ്കിൽ 16 പുറത്തേക്ക് നടന്നു എന്ന് കൂട്ടുക. കലം ടു പുറമേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്ന് കാണാനില്ല. യശോദ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാലടിപ്പാട് മറ്റേ പുറമേക്ക് പോയത് കാണാനുണ്ട്, ഉള്ളിലേക്ക് വന്നത് കാണാനില്ല. അതേപോലെ തന്നെ തലേ ദിവസം വെച്ച വെണ്ണ സ്റ്റോറി ഉണ്ട്, അതിലേക്ക് കൂട്ടിച്ചേർക്കുക ചെയ്യാം. അപ്പോൾ അതും ആ പാത്രവും കാണാനില്ല, ഉണ്ണിയും കാണാനില്ല. അപ്പോൾ 3 കാഴ്ച അവിടെ ഇല്ല. ഒന്ന്, തലേ ദിവസത്തെ ഈ സമ്പാദ്യം കാണാനില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഉണ്ണിയെ ബ്രഹ്മഹത്യാപാപാണ്, അപ്പം അത് കാണാനില്ല. മൂന്നാമത് ഈ ഭഗവാന്റെ ഗതി വിഗതി ആർക്കും അറിയില്ല, അത് യശോദയ്ക്കും അറിയില്ല. പോയത് കണ്ടു, പക്ഷെ തിരിച്ചു വന്നത് കാണാനില്ല. നമുക്ക് മനസ്സിലാവില്ലേ, നമ്മിൽ നിന്ന് ഭഗവാൻ മറയുന്നത് നമുക്ക് മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് വരൽ കുറച്ച് പ്രയാസമാണേ. അപ്പം അത് നമുക്ക് ആ വഴി നമുക്ക് കാണാനില്ല. അപ്പം അങ്ങോട്ട് പോയത് കണ്ടു, ഇങ്ങോട്ട് വന്നത് കണ്ടില്ല. അപ്പോൾ തെരഞ്ഞു. പിന്നെ അടുത്ത തെരച്ചിലാണ്. എന്താ തെരച്ചിൽ? സാധാരണ കുട്ടികൾ എവിടേക്കാണ് പോവുക വെച്ചാൽ അവിടെയൊക്കെ തെരഞ്ഞു എന്നാ. അപ്പോൾ ഇന്നെ ദിക്കലെന്നവർക്ക് കണക്കുണ്ടാവും, ഉമ്മറത്തുണ്ടാവാം, അല്ലെങ്കിൽ അടുക്കള ചുറ്റുവട്ടം, മറ്റേ ചില ആ സ്ഥലങ്ങളൊക്കെ. പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് കുട്ടികൾ പോകാറില്ല. സഹായിക്കേണ്ടി വന്നു വെച്ചാലോ, അമ്മമാരോ അച്ഛന്മാരോ അത് ചെയ്യൂ ഇത് ചെയ്യൂ, അത് ഇറുക്കും എന്ന് പറഞ്ഞു വെച്ചാലോ വിചാരിച്ച് ഉണ്ണി അവിടേക്ക് പോവില്ല. അപ്പോൾ അത് കാരണം ഒരാൾപ്പരയിലേക്ക് പോയില്ല. ഏറ്റവും അവസാനമാണ് അവിടേക്ക് പോയത്. അവിടേക്ക് ചെന്ന് നോക്കിയപ്പോഴോ കണ്ട കാഴ്ച ഒരലിൻ്റെ മീതെ ഇരിക്കുന്നു 4 പേരും, മറ്റേ കുരഞ്ഞനാലും വേണ്ടിയ പൂച്ചയാലും വേണ്ടിയ ഇതൊക്കെ ചതക്ക പക്ഷികളൊക്കെ ഉണ്ടാകാം. ഏതായാലും അവർക്ക് വെണ്ണങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരലിൻ്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് വീതം വെക്കുന്നതാണ് കാണുന്നത്. കുട്ടികൾക്ക് കൊടുത്തോണ്ട് അത്ര കുഴപ്പം തോന്നിയില്ല. പക്ഷെ ഈ കുരഞ്ഞനും പൂജയ്ക്ക് കൊടുക്കാൻ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടേ എന്ത് മുതൽ സമ്പാദിച്ച് അന്നത്തെ ഉള്ളൂ വെച്ചാൽ പോട്ടപ്പോൾ തലേ ദിവസം ഒരു ദിവസത്തെ ഇല്ല കേട്ടോ, ഉണ്ട് സമ്പാദ്യം എന്നുള്ളത് എനിക്കാണ്. അതങ്ങനെ ധൂർത്തടിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അത് തെറ്റാണ്. അതേപോലെ ആ പാത്രം കാണാനില്ല, ഈ പണപ്പെട്ടി കാണാനില്ല. അപ്പോൾ പണപ്പെട്ടി എവിടെ എന്നായി നോക്കണം. ശിക്ഷിക്കണം എന്ന് ഉറപ്പായി, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് വടി അല്ലല്ല ഒരു വടി എടുത്തു. എന്താ വടി എടുത്തതെന്നറിയോ? മയിൽപ്പീലി ഉണ്ടല്ലോ, മയിൽപ്പീലിൻ്റെ അതിങ്ങോട്ട് ഊരി തണ്ട് കളഞ്ഞു, എന്നിട്ട് അതിൻ്റെ ആരില്ലേ അതാണ് വടിയായിട്ട് എടുത്തത്. എന്താ അത്ര കൂടുതൽ സ്നേഹമുണ്ടേ. അപ്പോൾ വടിയാണ് നേരെ നിൽക്കുന്നില്ല. ആ വടി എടുത്തിട്ടാണ് അടുത്തേക്ക് ചെന്നത്. എന്തായാലും വടി എടുത്തു. അവിടെ ചെന്നപ്പോൾ അമ്മ ഇവിടെ എന്താ കണ്ടത്? മറ്റേ ആവശ്യപ്പെട്ടത് ഇത് കാണാനില്ല, ഇത് തലേ ദിവസത്തെ ഭണ്ഡാരപ്പെട്ടി കാണാനില്ല. ഒരലിൻ്റെ അവിടുന്ന് ചാടി ഒരലിലേക്ക് നോക്കി, അപ്പോൾ ഭണ്ഡാരപ്പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അകത്ത് മറ്റേ വെണ്ണ വെച്ച പാത്രം ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഉണ്ണിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. യശോദ അടച്ച തടിച്ചു കൊടുത്ത്, അതായത് സാധനങ്ങൾ ധാരാളം വാങ്ങി കൊടുക്കും കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടേ. അത് കുട്ടി കഴിക്കില്ല, ആയ കഴിക്കേ. അപ്പോൾ ഉണ്ണിക്കാണ് കൊടുക്കേണ്ടത്, ഉണ്ണി കഴിക്കാത്ത അമ്മ കഴിക്കുക. അതുകൊണ്ട് യശോദ നല്ല തടിച്ചതാണ്, പിന്നാലെ ഓടി എത്തില്ല. ഉണ്ണി ചെറുപറയിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, പിന്നാലെ ഓടി പിടിക്കാൻ പറ്റുമോ നോക്കി. അപ്പോൾ പിടിക്കാൻ കൊടുത്തില്ല. അപ്പോഴേക്കും ഗോപികമാരൊക്കെ എത്തി. എല്ലാവരും കൂടിയിട്ട് ഈ രംഗങ്ങളെയൊക്കെ നല്ലോണം വീക്ഷിച്ചു. യശോദ വേർത്ത് കുളിച്ചിട്ടുണ്ട്, അത് കണ്ടു. ഉണ്ണി നല്ല കൗതുകത്തോട് കൂടിയിട്ട് ചിരിച്ച് അമ്മയെ നോക്കി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടു. അപ്പോൾ യശോദ ഗോപികമാരെ യശോദയെ നോക്കി, ഉണ്ണിയെ നോക്കി, യശോദയെ നോക്കി ഒന്ന് ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. അപ്പം അത് കൃഷ്ണൻ കണ്ടു. എൻ്റെ അമ്മയെ കളിയാക്കാൻ നിങ്ങളോ? അത്രേ ഇല്ല, നിങ്ങൾക്ക് ഞാൻ പടി വേറെ തന്നോളാം, ഏറ്റു. വേഗം അമ്മ എന്നെ പിടിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല, അമ്മ വേർക്കണ്ട, അമ്മ അങ്ങനെ വ്യസനിക്കണ്ട എന്ന് വെച്ചാൽ യശോദയെ നോക്കിയിട്ട് കളിയാക്കി കഴിഞ്ഞപ്പോൾ ഗോപികമാർക്കുള്ള ശിക്ഷ ഉറപ്പിച്ചു. ഗോപികമാർക്ക് ഇത് മനസ്സിലാവണം, ഞാൻ അമ്മയ്ക്ക് വിധേയനാണ് എന്നുള്ളത്. അതുകൊണ്ട് അമ്മയുടെ അടുത്തെത്തി ഗോപികമാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇങ്ങനെയാണ്. ഏതായാലും സ്വീകരിച്ച് പിടുത്തം കൊടുത്തു. പിടിക്കാൻ കിട്ടിയപ്പോൾ നോക്കുന്നുണ്ട്, നമ്മുടെ ഒരു അഹംഭാവമാണത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല. അപ്പോൾ ആദ്യത്തെ ആ വിചാരമൊക്കെ ഉണ്ടായി, തെറ്റിന് ശിക്ഷ. വടി കളഞ്ഞു. അത് കഴിഞ്ഞ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കയറെടുത്ത് കെട്ടണം. ഏത് കയറെന്ന് ചോദിക്കേണ്ട, കയറെടുത്തു കെട്ടി. ആദ്യം മുരലിൻ്റെ മുകളിൽ കെട്ടി, അത് കഴിഞ്ഞ് ഈ ഉണ്ണിയെ വയറിൻ്റെ മുകളിൽ കെട്ടി. കെട്ടാൻ നോക്കുമ്പോൾ ഒരു ഇത്തിരി കുറവ്.
ഇതെന്താ ഉള്ളത്, ഉദരം എന്ന് പറഞ്ഞത് ബ്രഹ്മാണ്ടമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ പലതും പലതും കാണാം. അപ്പോൾ അതൊന്നും കൂട്ടിയാൽ പറ്റില്ല, അത് ലൗകികം. അപ്പോൾ വേറൊരു കയറ്, അടുത്ത കയറ്, അടുത്ത കയറ്, ആ ഗൃഹത്തിലുള്ള എത്ര കയറുണ്ടോ എല്ലാ കയറും കൊണ്ടുവന്നു. സംഗതിയൊക്കെ ശരിയാ, അവിടം വരെ എത്തും, കൂട്ടി കെട്ടാൻ പറ്റില്ല. കഷ്ടിച്ച് തൊടേ ഉള്ളൂ, മറ്റേ കെട്ടാൻ പറ്റില്ല. ആദ്യം വേർത്തു, ക്ഷീണിച്ചു, മുഖഭാവത്തിലൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ കുറേശ്ശെ കൈയൊട്ടി ചിരിക്കാൻ തുടങ്ങിയോ സംശയമായി ഗോപികമാരെ. നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നോളാം. അമ്മ ആദ്യം കൊണ്ടുവന്ന കയറുണ്ട്, ഉണ്ണി അതിനെ കെട്ടി. നോക്കൂ, അമ്മ ആദ്യത്തെ കയറ് കൊണ്ടുവന്നില്ല, അതിനെ കെട്ടാൻ കിട്ടിയിട്ടുണ്ടല്ലോ, എത്തിയിട്ട് അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാട്ടോ. ഒരു പണിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പണിയെടുക്കണ്ടേ? അതുകൊണ്ട് എന്നാൽ കെട്ടിന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ എന്നാൽ നീ ഇനി അവിടെ കിടക്കേ, അവിടെ ഇട്ടു ഇങ്ങോട്ട് പോന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആദ്യത്തെ വിചാരം തന്നെ തെറ്റി, പ്രവൃത്തി തന്നെ തെറ്റി. ഉണ്ണി ഉണർന്നപ്പോൾ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നത്തെ കുറേ തെറ്റുകൾ ഇപ്പോൾ ചെയ്തു. അവസാനത്തെ തെറ്റ് ഇതാണ്, ഇത് അവിടെ ആക്കിയിട്ട് പോന്നു. കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ പതിവ് ഉണ്ടാക്കിയല്ല എന്നല്ല, എങ്കിലും ഇപ്പോൾ ഒരു ദുഃഖം വന്നുള്ള സമയത്ത് കുട്ടികളെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ദുഃഖം ഇരട്ടിയാണ്. ഒരു ദുഃഖം വന്ന് അപ്പോൾ ദുഃഖം വന്നില്ല, കാരണം അടിക്കാൻ നോക്കി, പിടിച്ച് കെട്ടാൻ നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടു പോന്നു കഴിഞ്ഞാൽ, ആ ആളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖം ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ശിക്ഷിക്കാനോ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ കുട്ടികളെ വീണ്ടും ലാളിക്കണം എന്നാണ്. ലാളിച്ച് കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല എന്നതാണ് എൻ്റെ നിയമം. ഇന്നിപ്പോൾ ആ നിയമം അവിടെ പോട്ടെ, പക്ഷേ അത് ചെയ്യണം, നമ്മൾ ലാളിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഏതായാലും ഈ തെറ്റ് അവിടെ സംഭവിച്ചു. തെറ്റ് സംഭവിച്ചപ്പോൾ മറ്റേ അമ്മ പോന്നു. അമ്മയുടേതായിട്ടുള്ള ജോലിയിൽ വ്യാപൃതമായി. കുട്ടികളോട് പറഞ്ഞു, നമുക്കിന്ന് പുതിയ കളി കളിക്കാം. ശരി. അപ്പോൾ എന്താ, ഒരലിന് മുകളിൽ കെട്ടിയിട്ടുണ്ട്, തൻ്റെ ശരീരത്തിന് മുകളിൽ കെട്ടിയിട്ടുണ്ട്. ഒരലങ്ങോട്ട് എൻ്റെ മറിച്ചിട്ടപ്പോൾ അത് ഒരലെന്താ രണ്ടു പേരും ഇങ്ങനെ കെട്ടി ഉരുള് പോലെയാണല്ലോ. വലിച്ചോളൂ, ആനയെ വലിക്കണ പോലെയെന്ന് എന്താ ചാവാം, അതിൻ്റെ ഭംഗി പോലെ വിസ്തരിക്കാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും വലിച്ചു. ഉണ്ണികളും മറ്റേ ഈ കൂട്ടുകാരും അതേപോലെ കൃഷ്ണനും അതേപോലെ ഈ ഒരലും കൂടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ നാരദന് ഓർമ്മ വന്നു. അതേപോലെ മണിഗ്രീവ എന്താ പറയുക, അതെ, നളഗോപുര മണിഗ്രീവന്മാരെ ഓർമ്മ വന്നു. ശാപം ഓർമ്മ വന്നു. കാളിന്തിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അളകനന്ദയിൽ വെച്ചിട്ട് ചെയ്തതായിട്ടുള്ള തെറ്റ് മനസ്സിലായി. അതിനെ ശിക്ഷിക്കാൻ വേണ്ടി നാരദൻ അവിടെ ചെന്ന സമയത്തുള്ള ഈ മദ്യപാനത്തിൻ്റെ പ്രശ്നം, അതേപോലെ സ്ത്രീകളുമായിട്ടുള്ള സല്ലാപം അല്ലെങ്കിൽ കുളി, ഒപ്പം അത് തെറ്റ്, നഗ്നനായിട്ട് ഇറങ്ങിയത്, അങ്ങനെ അനവധി കാര്യങ്ങൾ തെറ്റ്. ഇതൊക്കെ കുബേരൻ്റെ മക്കളായതുകൊണ്ട്, ശിവപാർഷദന്മാരായതുകൊണ്ട് അഹങ്കാരം വന്നതാണ് കാരണം എന്നൊക്കെ മനസ്സിലായി. ആ തെറ്റിന് ശിക്ഷ വേണമെന്നുള്ള ഉറപ്പായി. എങ്ങനെയാണ് ശിക്ഷിച്ചത്? മരമാവട്ടെ, മരവിക്കട്ടെ, തപസ് ചെയ്യട്ടെ. മരത്തിനൊരു പ്രത്യേകത എന്താ? സസ്യജാലങ്ങളൊക്കെ എന്നും പരോപകാരമുള്ളൂ, അവനവന് വേണ്ടിയിട്ട് ഒന്നും സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാരണം അത് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് മരമായിക്കോട്ടെ. പിന്നെ ശാപമുക്തി പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണ സ്പർശം കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്നവൻ്റെ മാക്സിമത്തിൽ പിന്നീട് ഇങ്ങോട്ട് തിരിച്ച് പോരണ്ട. അപ്പോൾ അതൊരു മുക്തി തന്നെയാണ്. ആ ഒരു ശിവഭോഗത്തിലേക്ക് എത്തിക്കോട്ടെ വിചാരിച്ച് അങ്ങനെയാണ് ശാപം കൊടുത്തതെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കോ നാരദനെ വളരെ ഇഷ്ടമാണ്. പ്രത്യേകം പറയേണ്ടത്, ഇഷ്ടനായിട്ടുള്ള നാരദൻ്റെ ഈ വാക്കിനെ സത്യമാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെന്നു. മരുതുവൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അനവധി കാലം എത്ര പഴക്കണ്ടെന്ന് വെച്ചാൽ മനസ്സിലായി, അത്ര പഴക്കമുണ്ട്. ഒരു മുരടുന്ന് രണ്ടായിട്ട് വന്ന പോലെയാണ്, ട്വിൻസ് ആണ്. അവിടെ ചെന്നു. കൃഷ്ണൻ അങ്ങോട്ട് മറികടന്നു. കുട്ടികൾ പിന്നാലെ വരില്ലേ, അപ്പോൾ കൃഷ്ണൻ ഓടിയിട്ട് ആദ്യം അങ്ങോട്ട് കടന്നു. ഒരൽ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് വലിച്ചു, കുട്ടികൾ തള്ളിയിട്ട് പോയില്ല, കൃഷ്ണൻ ഒന്ന് വലിച്ചോട് കൂടിയിട്ട് രണ്ടും കടപഴകി താഴത്തേക്ക് വീഴുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റിൽ പോസ് കുറച്ച് നേരം അവിടെ നിന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള മുക്തി. ആ സമയത്ത് ഈ നളഗോപുര മണിക്കിരവന്മാർക്ക് ഭഗവാൻ കൊടുത്തു, രൂപത്തെ കൊടുത്തു. ശിവപാർഷദന്മാരായി, ബോധ്യപ്പെട്ടു, തെറ്റ് ബോധ്യപ്പെട്ടു, ഇനി ചെയ്യേണ്ടത് ബോധ്യപ്പെട്ടു. സ്തുതിച്ചു നന്നായിട്ട്. എന്താ സ്തുതിച്ചത്? ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെ സ്തുതിച്ചു. ഏത് ഡ്യൂട്ടിയിലാണോ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ദേവഭാവത്തിലാണ്. ദേവഭാവത്തിലായാലും മനുഷ്യഭാവത്തിലായാലും മറ്റേത് ഭാവത്തിലായാലും ഭഗവാനെ അറിയുകയാണ് വേണ്ടത്, സേവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പോകാതിരിക്കാൻ ഞങ്ങളെ രക്ഷിക്കണേ. ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവതോന്മുഖമാക്കി തീർക്കണേ. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം വസ്തവിച്ച കർമ്മസു മനസ്തവ പാതയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂന. പ്രാർത്ഥിച്ചു. ആ ഭഗവാൻ പ്രാർത്ഥന കേട്ടു, അനുഗ്രഹിച്ചു. പോയിക്കോളൂ. ഇനി നിങ്ങളുടെ മനസ്സ് ഒരിക്കലും മാറാതിരിക്കട്ടെ, ഭക്തി ഉണ്ടാവട്ടെ. അവിടെയാണ് നാരദൻ്റെ വാക്കാ. എന്ത്? നിങ്ങൾ ഭക്തന്മാരായിട്ട് തീരട്ടെ. ആ ഭക്തി ഇവിടെ അനുഗ്രഹിച്ചു കൊടുത്തു എന്ന്. ഭക്തി കർഹിച്ചിൽ തരില്ല, മുക്തി തരും, പക്ഷേ ഭക്തി തരില്ല.
ഇവിടെ ഭക്തി ചോദിക്കാതെ കൊണ്ട് കൊടുത്തു എന്നാ. ഇന്ദ്രിയങ്ങൾ അവിടേക്ക് എത്തണമെന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ ഭക്തി കൊടുത്തു ഭഗവാൻ. അങ്ങനെ അവർ പോയി. അപ്പോഴേക്കും ഈ മരം താഴത്തേക്ക് വീണു. സ്റ്റിൽ പോസ്റ്റ് കഴിഞ്ഞു. ഈ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ട് ബാക്കിയുള്ളവരൊക്കെ എത്തി. നന്ദഗോപുരം യശോദയും രോഹിണിയും എല്ലാവരും പാടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നന്ദഗോപുരം യശോദയെ നോക്കി, കൃഷ്ണനെ നോക്കി, ഇങ്ങനെ ചെയ്യാൻ പാടൂ കുട്ടികളെ, അങ്ങനെ സംവാദങ്ങളൊക്കെ ഉണ്ടായി. ആ സംവാദത്തിലൊക്കെ യശോദ തെറ്റുകാരിയാണ് എന്ന് എല്ലാവരാലും വിധിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, മറ്റാരായാലും ശരി, ഒരു കുട്ടികളെ, ഈ 5 വയസ്സ് താഴെയുള്ള കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷിച്ച ആ ആളെ ഒരിക്കലും ശരിവെക്കരുത്. എന്ന് വെച്ചാൽ ശിക്ഷിച്ച ആളെ ഇങ്ങനെ തന്നെയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തരുത്. അമ്മ ഒറ്റയ്ക്ക് പെട്ടു, യശോദ എന്നുള്ളത് ഒറ്റപ്പെട്ടു, ബാക്കി എല്ലാവരും ഒന്നായി. നന്ദഗോപുരം ചോദിച്ചു, ഇതിലില്ല, ഭാഗവതത്തിലില്ല, എങ്കിലും നന്ദഗോപുരം ചോദിച്ചു എന്നാണ് കൃഷ്ണനോട്, ഉണ്ണി ഇപ്പം നീ ആരുടെ ഉണ്ണിയാ, ആരുടെ മകനാ ചോദിച്ചു എന്നാണ്. ചോദിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഉണ്ടത്രേ. ഏതായാലും ഭാവനയിൽ എന്ത് വേണമെച്ചാൽ പറയാം, കൃഷ്ണൻ്റെ കഥയാണല്ലോ. ഞാൻ ഇന്ന് തൊട്ട് അച്ഛൻ്റെ ഉണ്ണിയാണ്. അപ്പം എന്തേ മനസ്സിലായി? എല്ലാവരാലും ഒറ്റപ്പെടുത്തിയ അമ്മയെ അപ്പ കിട്ടിയ ശിക്ഷ ബ്രഹ്മഹത്യാ പാപാണേ. ബ്രഹ്മഹത്യാ പാപം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. ദാമോദരൻ എന്ന ലീല നടന്നത് 3-ാമത്തെ വയസ്സിൽ. ഈ മനസ്സിൽ നിന്ന് ഈ കുറ്റബോധത്തെ ഒഴിവാകുന്നത് 85-ാമത്തെ വയസ്സിൽ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് ആ വലിയ സമ്മേളനം, വലിയ സമ്മേളനമാണ് ഈ മഹാമഖമില്ലേ, എന്തായാലും പറയാം, കുംഭമേള, അതുപോലത്തെ നടക്കുന്ന സൂര്യഗ്രഹണ കാലത്ത് നടന്നതാണ്. അന്ന് കൃഷ്ണൻ ഈ അമ്മ ഇനി അത് വിട്ടോളൂ, ബ്രഹ്മഹത്യാപാപം ഞാൻ അത് തീർത്തിരിക്കണം, പ്രാരബ്ധത്തിൽ കൈവച്ചു. അങ്ങനെ വളരെ കുറച്ച് സന്ദർഭത്തിൽ മാത്രമേ ഭഗവാൻ ചെയ്തിട്ടുള്ളൂ. അതുവരെ ഈ പിന്നെ 11 വയസ്സ് വരെ ഉണ്ടല്ലോ ലീല, അതിലൊക്കെ ഉണ്ടാവായിരിക്കാം, പക്ഷേ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ അതില്ല, പൂർണ്ണമായിട്ടുള്ള ലയം ഇല്ല. അത് 3 വയസ്സ് വരെയുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണമാണ്. ദാമോദരൻ എന്നുള്ളതിൽ ഇടപെട്ടതോട് കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പൂർവ്വമില്ല, ഉത്തരവില്ല. ഇത് ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷിച്ചതിലൊരു ശിക്ഷയാണ്. ഒരിക്കലും നമ്മളും അതുപോലെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവർക്ക് മുക്തി കൊടുത്തു. ഈ ഒറ്റപ്പെടലിൽ നിന്ന് മറ്റേ യശോദയ്ക്ക് പ്രകാരത്തിൽ സംഭവിച്ചു. അപ്പോൾ ആരാണ് ഈ നളഗോപുര മണിഗ്രഹന്മാർ എന്നുള്ള ചോദ്യം പരീക്ഷത്തിൻ്റെ. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. നാരദ ശാപം കൊണ്ട് ഇങ്ങനെ ആയത് വന്നതാണ്, അവർക്ക് മുക്തി കൊടുത്തതാണ് എന്ന പ്രകാരം ആ കഥ അവിടെ അവസാനിപ്പിച്ചു. യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ പല ലീലകളും കാണിച്ച് എപ്പോഴും നമുക്ക് ഭഗവാന്റെ കഥ പറയുമ്പോൾ സമയം പോയത് പോലും അറിയാതെ കണ്ടിരിക്കാൻ സാധിക്കുന്നത്, പ്രാരബ്ധത്തെ അറിയാതെ കണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നത്, ഇഹസുഖം നേടിക്കൊണ്ട് മുക്തിയിലേക്ക് എത്താൻ സാധിക്കുന്നത് ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാലൊക്കെ സമർപ്പിക്കുന്നു. ഇനി ബാക്കി ഭാഗങ്ങൾ പാരായണം ചെയ്ത് രാസലീല വരെ നമുക്ക് എത്തണം. അതിന് ഭഗവാൻ വേണ്ട രീതിയിൽ അത് വായിപ്പിക്കാൻ തരാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.